നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, അങ്ങയുടെ വലിയ കാരുണ്യത്തെയും സ്നേഹത്തെയും അങ്ങ് നൽകുന്ന കൃപകളെയും ഓർത്തങ്ങയ്ക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ അവിടുന്നാണല്ലോ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ഭാഷയിൽ മനുഷ്യനോട് സംസാരിക്കാൻ തിരുമനസ്സായ മനുഷ്യാവതാരം ചെയ്ത ഈശോ തുടർന്നും ഞങ്ങളോട് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും തിരുസഭയുടെ വ്യാഖ്യാനങ്ങളിലൂടെ അങ്ങ് തന്നെ അത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരികയും ചെയ്യുന്നു. ദൈവവചനത്തെ അടുത്തറിയുന്ന ഞങ്ങൾ അങ്ങനെയാണല്ലോ കൂടുതൽ അടുത്തറിയുന്നത്. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖകളുടെ പഠനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങളിലൂടെ നമ്മൾ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന പഠനം അതിൻ്റെ ആദ്യ പ്രാരംഭ ദശകത്തിൽ തന്നെയാണ് എന്ന് നമുക്കറിയാം. 2 ഡോക്യുമെന്റുകളാണ് നമ്മൾ പഠിച്ചേതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ക്രമത്തിലാണെങ്കിൽ വളരെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ധാരാളം ഏരിയകളിലൂടെ കടന്നു പോകാനുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവവർബുവിൻ്റെ പശ്ചാത്തലത്തിലാണ്. ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്, അവിടുത്തെ മനുഷ്യാവതാരം എന്താണ്, ദൈവാവിഷ്കരണം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ദൈവവചനത്തെ, പ്രത്യേകമായി ലിഖിത രൂപത്തിലുള്ള വചനത്തെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റാണ് ദൈവവചനം അല്ലെങ്കിൽ ദൈവവർബം എന്ന് നമുക്കറിയാം. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ അവസാന സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ദിവസങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം വെളിപാട് പുസ്തകം ഒത്തിരി ആളുകളുടെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ പ്രബോധനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അനേകം ആളുകൾ, പ്രത്യേകിച്ച് സെക്റ്റുകളൊക്കെ, വിഘടിത ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന സെക്റ്റുകളൊക്കെ പലപ്പോഴും വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കി സംസാരിക്കും നമ്മൾ കാണും. കാരണം അതിനകത്ത് ഒത്തിരി അവ്യക്തതകളുണ്ട്. നേരിട്ടൊരു കാര്യം പറയുന്നതിനേക്കാൾ പ്രതീകങ്ങളിലൂടെ പറയുന്നു. അപ്പൊ പ്രതീകങ്ങളെ വല്ലാതെ വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, ഉദാഹരണത്തിന് 1,44,000 പേരെ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന ഭാഗമൊക്കെ പറക്കിയെടുത്തിട്ട് ആ 1,44,000 പേരാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നവർ മാത്രമേ അതായിരിക്കുകയുള്ളൂ, അല്ലാണ്ട് സഭയിൽ ഇത്രയും ആൾക്കാരുണ്ടല്ലോ അവരൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആളുകളെ വഴിതെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. 1,44,000 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. 12 × 12 × 1000 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്ന പഴയ നിയമ ജനതയെയും 12 അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിലുള്ള പുതിയ നിയമ ജനതയെയും അവരോട് ചേർന്ന് നിൽക്കുന്ന വൻ ജനത്തെയും സൂചിപ്പിക്കുന്ന പൂർണ്ണതയുടെ വലിയ സംഖ്യയുടെ നമ്പറാകുന്ന 1000 ഒക്കെ കൂടി ചേർത്തുള്ള പ്രതീകാത്മകമായ ഒരു അവതരണമാണ്. അതായത് പഴയ നിയമത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന അതിന്റെ തുടർച്ചയാകുന്ന സഭയെയാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇനി വരാനിരിക്കുന്ന ഒരു സെക്റ്റിനെയോ ഒരു ഗ്രൂപ്പിനെയോ ഒന്നുമല്ല. വിശുദ്ധ യോഹന്നാന്റെ ദർശനം അത് മിശിഹായുടെ കാലഘട്ടത്തിലെ രചിക്കപ്പെട്ട ദർശനമാണ്. അതിന് വരാനിരിക്കുന്ന ഒരു കാലത്ത് നടക്കാനിരിക്കുന്ന, ഉണ്ടാകാൻ പോകുന്ന, കൂണുപോലെ പൊങ്ങി വരുന്ന ഒരു സെക്റ്റുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പക്ഷേ ആളുകൾ പെട്ടെന്ന് ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പം 2-3 കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ കെണിയിൽ പോയി വീഴാനുള്ള വലിയ സാധ്യതയുണ്ട്. വലിയ ശതമാനം ആളുകളും അങ്ങനെയാണ് കെണിയിൽ വീണിട്ടുള്ളതും. ഞാൻ വളരെ പണ്ട് ഒരു കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് അവൻ എംബർ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു വിഘടിത ഗ്രൂപ്പിന്റെ ധ്യാനത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞത്, അച്ഛാ ഇപ്പോഴാണ് എനിക്ക് വെളിപാട് പുസ്തകം എന്താണെന്ന് മനസ്സിലായത് എന്ന് അവൻ പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് വെളിപാട് പുസ്തകം എന്താണെന്ന് മനസ്സിലായത്. ഞാൻ ചോദിച്ചു, നീ അതിന് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ വായിച്ചു, പക്ഷേ ഒന്നും മനസ്സിലായില്ല. എന്താണ് പറഞ്ഞത്? അപ്പോഴാണ് വളരെ വളരെ എന്താ പറയാ, ഇങ്ങനെ വിചിത്രമായ ചില വ്യാഖ്യാനങ്ങൾ വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ അവനെ പറഞ്ഞ് പഠിപ്പിച്ചതിനെ കുറിച്ചൊക്കെ അവനോട് പറയുന്നത് ഞാൻ അന്ന് കേട്ടത്. എന്തുമാത്രം പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ വെളിപാട് പുസ്തകത്തെ തെറ്റിദ്ധരിക്കുകയും സഭയെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥത്തെ സഭാവിരുദ്ധ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം പോലെ അവതരിപ്പിക്കുകയും ആ കെണിയിൽ വീഴുകയൊക്കെ ചെയ്യും നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് വെളിപാട് പുസ്തകത്തിന്റെ ഒരു ന്യായമായ
തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് വെളിപാട് പുസ്തകത്തെ അതിന്റെ സ്വാഭാവികതയിൽ, അതിന്റെ യഥാർത്ഥമായ ചൈതന്യത്തിലും അർത്ഥത്തിലും കാണാനായിട്ടും വായിക്കാനായിട്ടും നമ്മളെ ഒന്ന് അടിസ്ഥാനപരമായി ഒന്ന് പര്യാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ വളരെ വിശദമായ പദാനുപദ മൂലഭാഷാധിഷ്ഠിതമായ പഠനമൊന്നും നമ്മൾ ഉപദേശിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു തുടങ്ങിയത് വെളിപാട് പുസ്തകം ഉപയോഗിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചാണ്. അടയാളങ്ങളും പ്രതീകങ്ങളും അവയുടെ മുകളിലാണ്, അവയുടെ ബലത്തിലാണ് വെളിപാട് പുസ്തകം മുഴുവനും രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഓരോ പുസ്തകത്തിനും ഓരോ വാക്കിനും പ്രതീകാത്മക അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതീകങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അത് സംഖ്യകളാകാം, ചില പേരുകളാകാം, ചില ജീവികളുടെ കാര്യങ്ങളാവാം, ശരീരത്തിന്റെ അവയവങ്ങളായിട്ടാകാം, നിറങ്ങളാകാം, അങ്ങനെ പല വിധത്തിൽ ഈ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രതീകങ്ങളുടെയൊക്കെ ഒരു സാമാന്യമായ അർത്ഥം ഒരു പരിധിവരെ അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള അർത്ഥം നേരിട്ട് സൂചിപ്പിക്കുന്ന പ്രതീക ഭാഷ എന്താണ് എന്നാണ് നമ്മൾ ഈ 2 ക്ലാസ്സുകളിലൂടെ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞ് തീർക്കാൻ പറ്റിയത്. അത് ഒരു വ്യക്തത നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ സംഖ്യകളെ കുറിച്ച് കുറച്ച് സമയമെടുത്ത് പറഞ്ഞത്. ഇന്ന് മറ്റെല്ലാ പ്രതീകങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ 100 കണക്കിന് പ്രതീകങ്ങളുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രതീകങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ പ്രതീകങ്ങൾ അവസാനിപ്പിക്കണം. ഈ പ്രതീകങ്ങളെക്കുറിച്ച് നമുക്കൊരു ചെറിയ ധാരണയുണ്ടെങ്കിൽ വായിക്കാൻ നമുക്ക് വലിയ പരിധി വരെ മനസ്സിലാവും. അക്ഷരം അറിയാവുന്ന ഒരാൾക്ക് ഒരു വാക്ക് വായിക്കാൻ കിട്ടുന്നത് പോലെ ഈ പ്രതീകങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്കൊരു പൊതുധാരണ ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതീകങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി ഒന്നാമത്തേത് എപ്പോഴും സംഖ്യകളാണെങ്കിൽ, രണ്ടാമത്തേത് പ്രധാനമായും മനുഷ്യ ശരീരവും ജീവജാലങ്ങളും നിറങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടത്. നമുക്ക് നിറങ്ങളെ കുറിച്ച് തന്നെ പറയാം. ചില പ്രത്യേക നിറങ്ങൾ എടുത്തെടുത്ത് പറയുന്നതാണ്. ചില കാര്യത്തിന് പ്രത്യേക നിറങ്ങൾ നമുക്ക് ചില ഭാഗങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് വായിച്ചു പോകണേ. 3, 5 വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. വെള്ള വസ്ത്രം ധരിപ്പിക്കും. ഇനി വീണ്ടും 7, 9 വിജയം ധരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. പച്ച വസ്ത്രമല്ല, നീല വസ്ത്രമല്ല, ചുവന്ന വസ്ത്രമല്ല, മഞ്ഞ നിറമുള്ള വസ്ത്രമല്ല, വെള്ള വസ്ത്രം ധരിപ്പിക്കും നമ്മൾ വായിക്കും. ഇനി 7, 9 ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിന്റെ മുൻപിലും നിന്നിരുന്നു. വെള്ള വസ്ത്രം ധരിച്ച് കുഞ്ഞാടിന്റെ മുൻപിൽ. മറ്റൊരു സ്ഥലത്ത് നമ്മൾ വായിക്കും, അവരാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. രക്തത്തിൽ കഴുകിയാൽ എങ്ങനെയാണ് വെളുക്കുന്നത്? ചുവന്ന നിറമല്ലേ വരിക. കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചവർ എന്ന് വെച്ചാൽ മിശിഹ ചിന്തിയ രക്തത്തിലൂടെ, അവിടുത്തെ തിരുരക്തത്തിലൂടെ നൈർമല്യം പ്രാപിച്ചവർ, പാപവിമുക്തരായവർ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ മാമോദിസ സ്വീകരിച്ചവർ എന്നാണ് അതിന്റെ ലളിതമായ അർത്ഥം. മിശിഹായുടെ രക്തത്തിലൂടെ അവിടുന്ന് തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭ, അവിടുന്ന് രക്തം കൊടുത്ത് വീണ്ടെടുപ്പ് നൽകിയ വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പിന്റെ പങ്കാളികളായി തീർന്നവരെയാണ് ഈ വെള്ളവസ്ത്രം ധരിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഭാംഗങ്ങളെയാണ്, തിരുസഭയുടെ അംഗങ്ങളെയാണ്, രക്ഷ സ്വീകരിച്ചിട്ട് അവകാശമായി സ്വീകരിച്ചിട്ട് അംഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ള എന്ന് പറയുന്നത് അത് നൈർമല്യത്തെ, നമുക്ക് പൊതു ഭാഷയിൽ പോലും നമുക്കറിയാം, നൈർമല്യത്തെ സൂചിപ്പിക്കുന്നതാണ്, വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്, സന്തോഷത്തെ സൂചിപ്പിക്കുന്നതാണ്. സർവോപരി വെറുതെ ഒരു വിജയത്തെ അല്ല, പാപത്തിന്റെ മേൽ മിശിഹ നേടിയ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് വെള്ള എന്ന നിറം. അത് സമാധാനത്തിന്റെ അടയാളമാണ്, അത് നൈർമല്യത്തിന്റെ അടയാളമാണ്, അത് വിശുദ്ധിയുടെ അടയാളമാണ്, അത് വിജയത്തിന്റെ അടയാളമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ, പ്രത്യേകിച്ച് മിശിഹായിലൂടെ നൽകപ്പെട്ട രക്ഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നേരത്താണ് വെള്ള എന്ന നിറത്തിന്റെ പരാമർശങ്ങൾ ധാരാളമായി നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. ഇനി ചുവപ്പ് എന്ന് പറയുന്ന സ്വാഭാവികം എന്തായിരിക്കും നമുക്ക് അറിയാം. 6-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കാമോ? 6:4. തീക്കനലിന്റെ നിറമുള്ള തീക്കനലിന്റെ നിറം ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ചുവന്ന നിറം. എന്താണ് ഈ ചുവന്ന നിറം സൂചിപ്പിക്കുന്നത്? ചുവന്ന നിറം ചില സ്ഥലങ്ങളിൽ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കും, ചിന്തപ്പെടുന്ന രക്തത്തെ സൂചിപ്പിക്കും.
അത് തീക്കനലിന്റെ നിറമാണ്. അത് പലപ്പോഴും മറ്റ് ചില സാഹചര്യങ്ങളിൽ രക്തച്ചൊരിച്ചിലിനെ സൂചിപ്പിക്കും, രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കും. അത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് ആ നിറം അവതരിപ്പിക്കപ്പെടുമ്പം അത് രക്തസാക്ഷിത്വത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, മറുവശത്ത് നിന്നാണെങ്കിലോ രക്തച്ചൊരിച്ചിലിനെയാണ് സൂചിപ്പിക്കുന്നത്. അനേകം ആളുകൾ വാളിനിരയാകുന്ന, കൊല്ലപ്പെടുന്ന സംഭവത്തെയാണ്, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അവരുടെ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ഭയങ്കരമായ മതമർദ്ദനത്തിന്റെ സമയങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വാളിനിരയാവുകയും രക്തം ചിന്തി മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ആ കൂട്ടക്കുരുതിയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ചുവപ്പ് ഉപയോഗിക്കും. അതുപോലെ തന്നെ വിപ്ലവാത്മകമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനോ നാട്ടിലുണ്ടാകുന്ന ചില വിപ്ലവങ്ങളെ സൂചിപ്പിക്കാനോ ഒക്കെ ചുവന്ന നിറം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു നിറം കറുപ്പ് നിറമാണ്. അതേ ഭാഗത്ത് തന്നെ 6-ാം അധ്യായം തന്നെ തൊട്ടടുത്ത വാചകം 6:5. അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര. കറുത്ത കുതിര. കറുത്ത കുതിര, കറുപ്പ് പ്രത്യേകിച്ച് അത് പട്ടിണി മരണത്തെ സൂചിപ്പിക്കുന്നതാണ്, ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് കറുത്ത നിറം. കറുത്ത കുതിര എന്ന് പറയുന്നത് വല്ലാത്ത കൊടിയ ക്ഷാമത്തെയാണ്, കൊടും ക്ഷാമത്തെയാണ് കറുത്ത കുതിര സൂചിപ്പിക്കുന്നത്. കുതിര ശക്തിയുടെ അടയാളമാണ്, എന്നാൽ കറുത്ത കുതിര ക്ഷാമത്തിന്റെ അടയാളത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് പഴയ നിയമത്തിലുള്ള പശ്ചാത്തലത്തിലെ കുറിച്ച് നമുക്കറിയാം. കറുത്ത നിറത്തിലുള്ള ജീവജാലനെ കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് പിന്നീട് ടെക്സ്റ്റുകൾ വായിക്കുന്ന സമയത്ത് ചില റെഫറൻസിലേക്ക് പോകാം. കറുപ്പ് പ്രധാനമായും മരണത്തെ സൂചിപ്പിക്കുന്നതാണ്, പട്ടിണി മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. കറുത്ത നിറമുള്ള ഒന്നിനെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അത് വലിയ ക്ഷാമത്തെ, കുതിരയെ സംബന്ധിച്ചാണെങ്കിൽ വലിയ ക്ഷാമത്തെ സൂചിപ്പിക്കുന്നു. കറുപ്പ് നമുക്ക് സ്വാഭാവികമായി അറിയാവുന്ന പോലെ അത് എന്താ പറയാ, സഹനത്തെക്കാൾ മരണം, വിനാശം തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി 6, 7, 8 മറ്റൊരു നിറത്തെക്കുറിച്ച് പറയും. അവൻ നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര. വിളറിയ നിറം. വിളറിയ നിറം എന്ന് പറഞ്ഞാൽ ക്രീമിഷ് എന്നൊക്കെ, ഐവറി എന്നൊക്കെ പറയാവുന്ന നിറമാണ്. ആ നിറം സൂചിപ്പിക്കുന്നത് ഈ പകർച്ചവ്യാധികളും അതുമൂലമുള്ള മരണമൊക്കെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പകർച്ചവ്യാധികൾ, അതുമൂലമുള്ള മരണം. പലപ്പോഴും അങ്ങനത്തെ പകർച്ചവ്യാധികൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ അടയാളമായി ഒക്കെ കണക്കാക്കപ്പെട്ടിരുന്നു, ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന പഴയ നിയമത്തിലെ വ്യാധികളെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ ഓർക്കുക. അപ്പം വിളറിയ നിറം എന്ന് പറയുന്നത് ഈ വ്യാധി പിടിച്ച, അസുഖം ബാധിതനായ മനുഷ്യന്റെ വിളർച്ചയുടെയൊക്കെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് വിളറിയ നിറം വിളർച്ച മൂലം അഥവാ പകർച്ചവ്യാധികൾ മൂലം, രോഗപീഠകൾ മൂലം ഉണ്ടാകുന്ന മരണത്തെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇനി മറ്റൊരു നിറമാണ് 17:4. 17:4 ധാരാളം നിറങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കും. 17:4 ആ സ്ത്രീ ധൂമവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. ധൂമ്ര നിറം എന്ന് പറയും. അത് പൊതുവെ എപ്പോഴും റോയൽ കളർ ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്, രാജാവിന്റെ നിറമായിട്ടാണ്. അതുപോലെ തന്നെ കൊടിയ സുഖഭോഗങ്ങളുടെ അടയാളമായിട്ടാണ്. ആ വാചകം ഒന്ന് വായിച്ചേ. ആ സ്ത്രീ ധൂമവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്, ബാബിലോൺ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവള് കൊടും സുഖഭോഗങ്ങൾ മുഴുകിയിരുന്നു. അവള് വലിയ രാജകീയ പ്രൗഢിയിലായിരുന്നു. പക്ഷേ ചുവപ്പ് നിറം, കെടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു പറഞ്ഞാൽ അനേകരുടെ രക്തച്ചൊരിച്ചിലിന്റെ മുകളിലാണ് അവൾ വസിച്ചിരുന്നത്, സാമ്രാജ്യം പടുത്തുയർത്തിയിരുന്നത്. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മേച്ഛതയും കൊണ്ട് പറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വേശ്യാവൃത്തി വിഗ്രഹാരാധനയും അന്യദേവന്മാരോടുള്ള ബന്ധവും ഒക്കെയാണ് ഇവിടെ സൂചിച്ചത്. ഒപ്പം മറ്റ് തിന്മകളും ഒക്കെ. അങ്ങനെ നിറഞ്ഞ ഒരു സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്രാജ്യത്തെ, അവരുടെ ബാബിലോൺ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് സ്വർണ്ണ നിറം. സ്വർണം എന്ന് നിറമെന്ന് പറയാൻ പറ്റില്ല. സ്വർണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതെപ്പോഴും രാജകീയ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് ദൈവകൃപയെ നേരിട്ട് സൂചിപ്പിക്കും. സ്വർണം പലപ്പോഴും ദൈവകൃപയുടെ ഒരു പാരലാണ്, ദൈവകൃപയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ചില സാഹചര്യങ്ങളിലൊക്കെ അത് തിന്മയെ സൂചിപ്പിക്കുന്ന സാഹചര്യത്തിലും, അതായത് തിന്മ ചെയ്യുന്ന ആളുകളുടെ വലിയ അധികാരം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഇടയ്ക്കൊക്കെ ഈ സ്വർണം
പരാമർശിക്കാൻ നമ്മൾ കാണും. പൊതുവിൽ അത് രാജകീയ അധികാരത്തെയൊക്കെ സൂചിപ്പിക്കും. ഇത് പൊതുവിൽ ദൈവകൃപയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും മറ്റു കോണ്ടെക്സ്റ്റുകളോടൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കാൻ സ്ഥലം. ഇപ്പൊ നമ്മളിപ്പോൾ വായിച്ചല്ലോ, പൊൻചഷകം, ആ സ്വർണം, അത് 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 ദൈവകൃപയെ സൂചിപ്പിക്കുന്നതല്ല, പകരം അവൾ ശ്രേഷ്ഠമായവയെ ദുരുപയോഗിക്കുന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണത്. ഈ ബാബിലോൺ സാമ്രാജ്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചിലപ്പോൾ ചില ജീവജാലങ്ങൾ, മനുഷ്യർ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് കാണാം. ഒരു പരാമർശം മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ ഇത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് ഈശോയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് എടുത്തു പറയുന്നത്? മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണത്തിലൂടെ വിജയം വരിച്ച ഈശോയെ നേരിട്ട് സൂചിപ്പിക്കുന്നതാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ള പരാമർശം. അതായത് മനുഷ്യർ മരണവിധേയരാണ്. അതുകൊണ്ട് തന്നെ മരണത്തിലൂടെ വിജയം നേടിയ, മരണത്തെ അതിജീവിച്ച ഈശോയെ സൂചിപ്പിക്കാൻ വേണ്ടി മനുഷ്യപുത്രൻ എന്ന വാക്കുപയോഗിക്കും. എന്ന് വെച്ചാൽ അവിടുന്ന് മരണത്തിന് വിധേയനാവുകയും എന്നാൽ മരണത്തെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തു എന്ന കാര്യത്തെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വിധത്തിൽ മനുഷ്യപുത്രൻ എന്നുള്ള പദം വെളിപാട് പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് പരിചയമുള്ള ദൈവദൂതനാണ്. ദൈവദൂതന്മാർ ദൈവത്തിന്റെ ഹിതം മനുഷ്യരെ അറിയിക്കുകയും ദൈവഹിതം നടപ്പാക്കുകയൊക്കെ ചെയ്യുന്ന, നമുക്ക് വളരെ പരിചയമുള്ള ദൈവദൂതന്മാർ തന്നെ ഉപദേശിക്കുന്നു. കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന പരാമർശം നമ്മൾ കാണും. കുഞ്ഞാടിന്റെ മണവാട്ടി, ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ചെണ്ണം പറഞ്ഞു പോകുന്നതാണ്. കുഞ്ഞാടിന്റെ മണവാട്ടി അതാരാണ്? അത് തീർച്ചയായും പരിശുദ്ധ സഭയെയാണ് സൂചിപ്പിക്കുന്നത്. സഭാംഗങ്ങളെ മൊത്തത്തിലാണ് ഈ കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന പരാമർശം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മണവാട്ടി എന്ന് വിളിക്കുന്നത്? മണവാട്ടി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? മണവാട്ടി എന്ന് വിളിക്കപ്പെടാൻ, സഭയെ മണവാട്ടി എന്ന് വിളിക്കുന്നതിന്റെ പുറകിലുള്ള കാര്യം സഭയും മിശിഹായും ഒന്നാണ് എന്നതാണ്. അതായത് ഒരു വരനും വധുവും അവരുടെ ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. അവർ ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കുമെന്നാണ് വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും എന്ന് വെച്ചാൽ വരൻ വധുവിനെ തന്നോട് ചേർത്ത് സ്വീകരിച്ചിരിക്കുന്നു, വധു വരൻ്റെതായിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് പുതിയൊരു വ്യക്തി ആയി മാറിയിരിക്കുന്നു. അങ്ങനെയാണ് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ വ്യക്തിയായിരിക്കും എന്ന് പറയുന്നത്. ഈശോ ഈ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ടാണ് സഭയും മിശിഹായും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. ഉദ്ധിതനായ മിശിഹ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന തിരുസഭയെ തന്റെ വധുവായി അവതരിപ്പിക്കുന്നു. വധു എന്ന് വിളിക്കാൻ കാരണം ഇനിമേൽ സഭയിൽ ഈശോ വേറെ സഭ വേറെ എന്നില്ല. ഇത് രണ്ടുകൂടെ കൂടി ചേർന്ന ഒരൊറ്റ അസ്തിത്വമാണ്. മിശിഹായുടെ ശരീരമാകുന്ന സഭ തന്നെയാണ് അവിടുത്തെ വധു. എന്ന് വെച്ചാൽ ഒരു വരനും വധുവും തമ്മിൽ എന്തുമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു, ഒന്നായി തീർന്നിരിക്കുന്നു, അതുപോലെയാണ് മിശിഹായുടെ ശരീരമാകുന്ന അവയവങ്ങളാകുന്ന സഭാംഗങ്ങളും എന്നാണ് അതിന്റെ പശ്ചാത്തലം. അപ്പൊ അതുകൊണ്ട് കുഞ്ഞാടിന്റെ മണവാട്ടി എന്നത് മിശിഹായുടെ സഭയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കർത്താവിന്റെ മണവാട്ടിമാരാണ് അവര് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ സന്യാസിയെ കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ കർത്താവിന്റെ മണവാട്ടികളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലപ്പോഴൊക്കെ പല ആളുകളും വിചാരിക്കുന്നത് അവർ ഹൃദയത്തിൽ ഈശോയെ വരിച്ചിരിക്കുന്നതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതിന് പകരം, ഒരു ഭർത്താവിനെ കല്യാണം കഴിക്കുന്നതിന് പകരം അവര് കർത്താവിനെ തന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചേക്കുവാണ്. അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവ് ഇപ്പൊ ഈശോയാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സത്യത്തിൽ കർത്താവിന്റെ മണവാട്ടി എന്ന് സന്യസ്തരെ വിളിക്കുന്നതിന്റെ പശ്ചാത്തലം ഈശോയെ അവര് കല്യാണം കഴിച്ചു എന്നൊന്നുമല്ല, പകരം അവർ സഭയുടെ അടയാളങ്ങളാണ് എന്നാണ്. സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥമായ സഭാജീവിതത്തിലേക്ക് പ്രവേശിക്കലാണ്. തിരുസഭയുടെ ഏറ്റവും പൂർണ്ണതയുള്ള അവയവങ്ങളായി തീരലാണ്. തിരുസഭ എങ്ങനെയായിരിക്കണമോ, സുവിശേഷ മൂല്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന തിരുസഭ എങ്ങനെയായിരിക്കണമോ അങ്ങനെ ആയിരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന, ആ കമ്മ്യൂണിയൻ ജീവിക്കുന്ന, കൂട്ടായ്മ ജീവിക്കുന്ന, സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുന്ന, ദൈവം മാത്രം ആശ്രയമായി സ്വീകരിച്ചിരിക്കുന്ന, ദാരിദ്ര്യം, അനുസരണം തുടങ്ങിയ വ്രതങ്ങളിലൂടെ സുവിശേഷ ആത്മക ജീവിതം നയിക്കുന്ന ഒരു സന്യാസിനി, അവൾ സഭയുടെ ജീവിതത്തിന്റെ അടയാളമാണ്, സഭാജീവിതത്തിന്റെ അടയാളമാണ്. ഒരു സഭാംഗം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ ഒരു സന്യാസി പോലെ ആയിരിക്കണമെന്നാണ് അതിന്റെ ഉത്തരം. അങ്ങനെ ആദിമസഭയെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ കാണും. സന്യാസമാണ് ആദിമസഭയുടെ തന്നെ ജീവിതം, സന്യാസ സ്വഭാവമാണ്. ഒരു കോൺഗ്രിഗേഷൻ ചേർന്നതല്ലല്ലോ അതിന്റെ അർത്ഥം. ഇനി ആ ജീവിതം ഈ ഭൂമിയിലും ഇന്നത്തെ കാലത്തും അതിന്റെ തീവ്രതയിൽ നയിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുകയും അത് സഭയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട്
പൂവായി മാറിയിരിക്കുന്നതുകൊണ്ടാണ് അവർ കർത്താവിന്റെ മണവാട്ടികൾ എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് അവര് ഹൃദയത്തിൽ ഈശോയെ വരിച്ചതുകൊണ്ടോ എനിക്കിനി ഭർത്താവ് ഭൂമിയില്ല, ഇനി ഈശോയായിരിക്കും എന്റെ ഭർത്താവ് എന്ന് വിചാരിക്കുന്നതുകൊണ്ടൊന്നുമല്ല. പകരം അവർ തിരുസഭയുടെ ഒരു പ്രതീകമാണ്, തിരുസഭയുടെ ഒരു നിഴലാണ്, തിരുസഭയുടെ ഒരു ദൃശ്യരൂപമാണ് എന്ന കാരണത്താലാണ് അവർ സഭയുടെ ക്രിസ്തുവിന്റെ മണവാട്ടികൾ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന് വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് അത് കൃത്യമായും തിരുസഭയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വാക്ക് നമുക്ക് കാണാം. 4:4 വായിക്കാമോ? 4-ാം അധ്യായം 4-ാം തിരുവചനം. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. 24 സിംഹാസനങ്ങൾ. അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. വെള്ളവസ്ത്രം ധരിച്ച 24 ശ്രേഷ്ഠന്മാർ. വീണ്ടും 4 അധ്യായം തന്നെ 10-ാമത്തെ തിരുവചനം വായിക്കാമോ? ആവർത്തിക്കുവത്. ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരിക്കുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവ്വതും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം. ഓക്കെ, നമ്മള് രണ്ട് സ്ഥലത്ത് അനേക സ്ഥലത്ത് 24 ശ്രേഷ്ഠന്മാർ എന്ന് നമ്മൾ വായിക്കും. 24 ശ്രേഷ്ഠന്മാർ. അതെങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചാൽ നമുക്ക് പിടികിട്ടണമെന്നില്ല. കാരണം ശ്രേഷ്ഠൻ എന്ന വാക്ക് മെത്രാനെ സൂചിപ്പിക്കുന്നതാണ്, ശ്ലീഹന്മാരെ സൂചിപ്പിക്കുന്നതാണ്. 12 ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 മെത്രാന്മാർ, ആദ്യത്തെ 12 അപ്പസ്തോലന്മാർ എന്നിവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഈ 24 ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്നത്? 24 ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പ്രതീകങ്ങളും പുതിയ നിയമത്തിലെ യാഥാർത്ഥ്യങ്ങളും കൂടെ കൂടിച്ചേരുന്നതാണ്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങളുടെ 12 തലവന്മാർ, അവർ വരാനിരിക്കുന്ന സഭയുടെ മുന്നോടികളാണ്. അഥവാ പുറകോട്ട് തിരിഞ്ഞ് സംസാരിച്ചാൽ പുതിയ നിയമത്തിലെ സഭ അത് പഴയ നിയമ ഇസ്രായേലിന്റെ പൂർത്തീകരണമാണ്. ഇതൊരു പുതിയൊരു സംവിധാനമല്ല. മിശിഹ ദൈവം ആദിയിലെ സ്വപ്നം കണ്ട് പഴയ നിയമ കാലഘട്ടത്തിലൂടെ ഒരുക്കി പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കുന്ന ഒരു തുടർച്ചയുടെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പഴയ നിയമത്തിലെ 12 ഗോത്ര തലവന്മാർ, 12 ഗോത്രങ്ങളെ ഭരിച്ചിരുന്ന 12 ഗോത്ര തലവന്മാർ, സ്വന്തമായി ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ട അംശവടി കയ്യിലേന്തിയിരുന്ന ആ 12 ഗോത്ര തലവന്മാർ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ അധികാരമുള്ള ഇടയന്മാരായി നിയമിക്കപ്പെട്ടിരിക്കുന്ന 12 തലവന്മാർ, 12 അപ്പസ്തോലന്മാർ. പഴയ നിയമത്തിലെ 12 ഗോത്രത്തലവന്മാരും പുതിയ നിയമത്തിലെ 12 ശ്രേഷ്ഠന്മാരും ഇവരാണ് സഭയെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്നത്, അതിന്റെ സമ്പൂർണതയിൽ പ്രതിനിധീകരിക്കുന്നത്. അവർ ഓരോരുത്തരും തങ്ങളുടെ ജനത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. 12 ഗോത്രത്തിൽ ഓരോ ഗോത്രത്തലവനും പ്രതിനിധീകരിക്കുന്നത് തന്റെ ഗോത്രത്തെ മുഴുവനുമാണ്. 12 സ്ലീഹന്മാർ കത്തോലിക്ക സഭയെ മുഴുവനും, തിരുസഭയെ മുഴുവനും, കത്തോലിക്ക സഭയെ എടുത്തു പറയേണ്ട കാര്യമില്ല, ഈശോയുടെ കാലഘട്ടത്തിൽ സഭ അത് മാത്രമേ ഉള്ളൂ, സഭയെ മുഴുവൻ, തിരുസഭയെ മുഴുവനും പ്രതിനിധീകരിക്കുന്നവരാണ്. അപ്പം മിശിഹായിലൂടെ നൽകപ്പെട്ട രക്ഷ അത് സ്വീകരിച്ച പഴയ നിയമ ജനതയെയും, എന്ന് വെച്ചാൽ അതിനുവേണ്ടി ശുദ്ധ ഹൃദയത്തോടെ ഒരുങ്ങിയിരുന്ന, അതിനെ നിഷേധിച്ചവരുണ്ടല്ലോ ഉണ്ടാവും, നിഷേധിക്കാത്ത പഴയ നിയമ ജനതയെയും അവരെ പ്രതിനിധീകരിക്കുന്ന 12 ഗോത്രത്തലവന്മാരെയും പുതിയ നിയമത്തിൽ അവിടുന്ന് അയക്കുന്ന, അവിടുത്തെ ബെഞ്ചിൽ നിന്ന് അവിടുത്തെ അതേ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന 12 അപ്പസ്തോലന്മാരെ, ശ്ലീഹന്മാരെയും കൂടെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ 24 സിംഹാസനങ്ങളിലെ 24 ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും മുഴുവൻ അധികാരികൾ എന്നാണ് അതിന്റെ ഒരു സാമാന്യമായ അർത്ഥം. അത് യഥാർത്ഥത്തിൽ ശ്ലീഹന്മാരെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. 24 എന്ന് പറയുമെങ്കിലും ഈ ശ്ലീഹന്മാരെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. അവരുടെ നിഴലുകളാണ് ഈ 12 ഗോത്രത്തലവന്മാർ. അല്ലാതെ അതിനപ്പുറത്തൊരു വലിയ പ്രാധാന്യം യഥാർത്ഥത്തിൽ അവർക്കില്ല. അവർ വരാനിരിക്കുന്ന 12 ശ്ലീഹന്മാരുടെ മേൽ പണിതുയർത്തപ്പെട്ട, അല്ലെങ്കിൽ ശ്ലീഹന്മാരാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ട ഒരാൾ നമ്മൾ കൂടുതൽ സ്നേഹത്തിൽ വഹിക്കില്ല. അങ്ങനെ പണിയപ്പെട്ട സഭയുടെ നിഴലാണ്, തിരുസഭയുടെ നിഴലാണ് ഇസ്രായേൽ. 12 ശ്ലീഹന്മാരുടെ നിഴലുകളാണ് 12 ഗോത്രത്തലവന്മാർ. അപ്പൊ നിഴലുകളെയും യാഥാർത്ഥ്യത്തെയും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് സമ്പൂർണമായി മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നവരും മിശിഹായിൽ നിന്ന് കൃപ സ്വീകരിച്ചവരും കൂടെ ഉൾച്ചേരുന്ന മിശിഹായുടെ ജനത്തെ സമ്പൂർണമായി അവതരിപ്പിക്കുന്നതാണ് ഈ 24 ശ്രേഷ്ഠന്മാർ. അവരെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് 24 ശ്രേഷ്ഠന്മാരും സിംഹാസനങ്ങളിലിരുന്നു അവർ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാരാണെന്നും അവരുടെ ശിരസിൽ സ്വർണത്തിന്റെ കിരീടങ്ങളുണ്ടെന്നും സിംഹാസനം മിന്നപ്പെടുന്നതൊക്കെ ജ്വലിക്കുന്ന തിപ്പന്തങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന വിവരണങ്ങളെല്ലാം ഇവരുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ്.
എന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ തുറന്നിങ്ങനെ വായിച്ചത്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് സിംഹാസനത്തിന് മുൻപിൽ തങ്ങളുടെ കിരീടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും. അത് ഒരു ശ്ലൈഹിക വിശ്വാസ പ്രമാണമാണ്. തോമസ് ലിഹായുടേതാണത്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ അങ്ങ് സകല മഹത്വവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ കിരീടങ്ങൾ അർപ്പിക്കുന്നു. ഈ യോഹന്നാനുണ്ടാകുന്ന വെളിപാടിൽ യോഹന്നാനും കൂടി ഉൾച്ചേരുന്നതാണ് ഈ 24 പേരിൽ ഇത് രേഖപ്പെടുത്തുന്ന യോഹന്നാനുമുണ്ട്. ഞങ്ങളുടെ സകല മഹത്വവും, ഞങ്ങൾ സ്ലീഹന്മാരാണ്, മിശിഹായുടെ സ്ഥാനപതികളാണ്, ഞങ്ങളുടെ മുഴുവൻ മഹത്വവും ഞങ്ങൾ യഥാർത്ഥ മഹത്വത്തിന്റെ ഉറവിടമായ യഥാർത്ഥ രാജാവായ മിശിഹായുടെ മുൻപിൽ അർപ്പിച്ചിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നാണ് ഈ യോഹന്നാൻ തന്നെ ബോധ്യപ്പെടുന്നത്. അത് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് ഈ 24 എന്ന് പറയുന്നതും 12 എന്ന് പറയുന്നതുമായ ശ്രേഷ്ഠന്മാര്, അത് സഭയുടെ നേതൃത്വത്തെ, അവരിൽ പ്രതിനിധീകരിക്കപ്പെടുന്ന മുഴുവൻ സഭയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രതീകം സ്ത്രീ എന്ന് പറയുന്നതാണ്. സ്ത്രീ എന്ന പരാമർശം പൊതുവിൽ വെറുതെ സ്ത്രീ എന്ന് മാത്രമൊക്കെ പറയുന്ന സമയത്ത് അത് ദൈവജനത്തെ സൂചിപ്പിക്കും. പല സാഹചര്യങ്ങൾ പല വ്യത്യസ്തമായ അർത്ഥത്തിൽ സൂചിപ്പിക്കപ്പെടും. ചില സാഹചര്യത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ സൂചിപ്പിക്കും. വേശ്യയായ സ്ത്രീ എന്നൊക്കെ പറയുന്നിടത്ത് അത് ബാബിലോൺ നഗരത്തെ സൂചിപ്പിക്കും, റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കും. പക്ഷെ പൊതുവിൽ സ്ത്രീ എന്നുകൊണ്ട് സാധാരണമായ ഏറ്റവും പൊതുവായ അർത്ഥത്തിൽ ദൈവജനത്തെ സൂചിപ്പിക്കും. ഇനി മറ്റൊന്ന് വേശ്യ എന്ന പരാമർശമാണ്. അത് ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, വിഗ്രഹാരാധന നടത്തുന്ന, രാജാവിനെ തന്നെ ആരാധിക്കുന്ന ബാബിലോണിനെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്രാജ്യത്വത്തിന്റെ ശക്തിയുടെ കേന്ദ്രമായ, അവരുടെ പീഡനങ്ങളുടെയൊക്കെ കാരണമായ, ദൈവദൂഷണ സ്വഭാവമുള്ള രാജ്യത്വത്തെ, രാജാധികാരത്തെ, സാമ്രാജ്യത്തെയൊക്കെ പൊതുവെ സൂചിപ്പിക്കാൻ വേണ്ടി വേശ്യ എന്ന് വിളിക്കുക. അത് ഏറ്റവും ഹീനമായ ഒരു പരാമർശമാണ്. അത്രമാത്രം മ്ലേച്ഛമായിട്ടാണ് ഈ രാജ്യം തന്റെ സർവ്വ അധികാരം ഉപയോഗിച്ച് ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിക്കുന്നത് എന്നുകൊണ്ടാണ് വേശ്യ എന്ന പരാമർശം ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു പ്രതീകം 4 ജീവികളാണ്. 4 ജീവികൾ. നമുക്ക് 4-ാമത്തെ അധ്യായം തന്നെ 6 മുതൽ 9 വരെ വായിക്കാമോ? 4, 6, 9. ഈ 24 ശ്രേഷ്ഠന്മാരെ കുറിച്ച് മുൻപും പിൻപും പറയുന്നതിന്റെ നടുക്കാണ് നമ്മൾ ഈ 4 ജീവികളെ കുറിച്ച് കേൾക്കുന്നത്. 4-ാം അധ്യായത്തിൽ 4 മുതലുള്ള ഭാഗങ്ങളില് 4-5 ഭാഗങ്ങളില് ഇവരെ കുറിച്ച് പറയും, സ്ലീഹന്മാരെ കുറിച്ച് പറയും. അതിനുശേഷം വീണ്ടും ഒരു 10 ആകുമ്പോഴേക്കും വീണ്ടും ഇവരെ കുറിച്ച് തന്നെ പറയും. അതിന്റെ ഇടയ്ക്ക് 6 മുതലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഭാഗം കേൾക്കുന്നത്. 6 to 9 ഒന്ന് വായിക്കാമോ? സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്ക് കടൽ, സിംഹാസനത്തിന്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ, അവയ്ക്ക് മുൻപിലും പിൻപിലും. സിംഹാസനത്തിന്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ, അവയ്ക്ക് മുൻപിലും പിറകിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെ പോലെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ജീവി സിംഹമാണ് എന്നല്ല, സിംഹത്തെ പോലെ എന്നാണ് പറയുന്നത്. സിംഹമാണ് എന്നല്ല, സിംഹത്തെ പോലെ. രണ്ടാമത്തേത്, അപ്പം മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാണല്ലോ. സിംഹമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സിംഹം എന്ന് മനസ്സിലാക്കാം. സിംഹത്തെ പോലെ എന്ന് പറയുമ്പോൾ സിംഹത്തെ പോലെ ഇരിക്കുന്ന മറ്റെന്തോ ഒന്ന്, അതാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെ പോലെ, മൂന്നാമത്തേതിന് മനുഷ്യന്റേതുപോലുള്ള പോലെ മുഖമുള്ളത്, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെയാണ്. ഇനി ഈ ജീവികളുടെ പ്രത്യേകത എന്താണ്? ഈ 4 ജീവികളും 6 ചിറകുകൾ വീതമുള്ളവരാണ്. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ, നിറച്ച് കണ്ണുകൾ. അതെങ്ങനെയുണ്ടോ? ഒരു ജീവിയുടെ മേത്ത് നിറച്ച് കണ്ണുകൾ ഇരുന്നാൽ എങ്ങനെയുണ്ടാവും? നിറയെ കണ്ണുകൾ. രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ എന്നും എന്നേക്കും ജീവിക്കുന്നവനായ സിംഹാസനസ്ഥന് മഹത്വവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥന്റെ മുന്നിൽ വീണ് എന്നും എന്നേക്കും ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ വെച്ച് ആരാധിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ ആദ്യം വായിച്ച് കേട്ടത്. നോക്കുക, ഈ 24 ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയുന്നതിന്റെ മധ്യത്തിൽ സംസാരിക്കുന്നത് 4 ജീവികളെ കുറിച്ചാണ്. സത്യത്തിൽ എന്താണ് ഈ 4 ജീവികൾ? ഈ 4 ജീവികൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. പല സ്ഥലത്തും പള്ളിയിൽ വരച്ചു വെച്ചിട്ടുണ്ടാവും. വചനവേദിയിൽ ഈ 4 ജീവികളെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്താൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ 4 ജീവികൾ എന്താണ്?
4 ജീവികൾ വളരെ പ്രാഥമിക അർത്ഥത്തിൽ സൃഷ്ടപ്രപഞ്ചത്തെ സൂചിപ്പിക്കും ചില അപൂർവ അവസരങ്ങളിലൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ 4 ജീവികൾ 4 സുവിശേഷങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. 4 സുവിശേഷങ്ങൾ. അതായത് സിംഹാസനസ്ഥൻ ആരാണ്? മരണത്തിലൂടെ ഉത്ഥാനം ചെയ്ത് മരണത്തിന്റെ മേൽ വിജയം നേടിയ, പാപത്തിന്റെ മേൽ വിജയം നേടിയ സിംഹാസനസ്ഥനായ രാജാധികാരമുള്ള മിശിഹായാണ് സൂചിപ്പിക്കുന്നത്. ഈ മിശിഹായ്ക്ക് ചുറ്റുമിരിക്കുന്ന 4 ജീവികൾ, അവ 4 സുവിശേഷങ്ങളാണ്. 4 സുവിശേഷങ്ങളാണ്. അവയ്ക്ക് നിറയെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ, കണ്ണ് നമുക്കിനി പറയാനുള്ളതാണ്, ഇപ്പൊ കയറി അങ്ങ് പറയാം. കണ്ണ് ജ്ഞാനത്തെ, അറിവിനെ സൂചിപ്പിക്കുന്നതാണ്. കണ്ണ് ജ്ഞാനത്തെയും അറിവിനെയും സൂചിപ്പിക്കുകയാണ്. 5-ാം അധ്യായം 6-ാം തിരുവചനം വായിക്കാമോ? 5:6. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടവനായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. നമുക്ക് വായിക്കാമേ. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട്. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് എന്താണ് അർത്ഥം? നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈശോയെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് കുരിശിൽ മരിച്ചു, പക്ഷെ അവിടുന്ന് ഉത്ഥാനം ചെയ്തു. അതുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നല്ല പറയേണ്ടത്, കൊല്ലപ്പെട്ടതായി തോന്നുന്ന എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ അടയാളങ്ങൾ സംവഹിക്കുന്ന ശരീരത്തോടു കൂടിയ ഒരു കുഞ്ഞാട്. അത് ജീവിച്ചിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് ഉത്ഥാനം ചെയ്ത ഈശോയാണ്, ഉത്ഥിതനായ ഈശോയാണ്. അതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു കുഞ്ഞാട്. അത് എവിടെ നിൽക്കുന്നത്? ശ്രേഷ്ഠന്മാരുടെയും ജീവികളുടെയും നടുവിലാണ് നിൽക്കുന്നത്. 12 ശ്ലീഹന്മാരുടെ നടുവിൽ നിൽക്കുന്ന മിശിഹായെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവന് 7 കൊമ്പും 7 കണ്ണുകളുമുണ്ട് എന്നാണ് പറയുന്നത്. 7 കണ്ണുകൾ. 7 കണ്ണുകൾ അവ കർത്താവ് ദൈവത്തിന്റെ മഹനീയ ശക്തിയെക്കുറിച്ച് അയക്കപ്പെട്ട ദൂതന്മാരാണെന്ന് നമ്മൾ വായിക്കും, സൂചിപ്പിക്കുന്നതാണ്. സർവ്വജ്ഞാനത്തെക്കുറിച്ച്, സമ്പൂർണ്ണ ജ്ഞാനത്തെക്കുറിച്ച്, ദൈവിക ജ്ഞാനത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതാണ് കണ്ണ് എന്ന പരാമർശം. നിന്റെ കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം നീ മേടിക്കുക എന്ന് പറയുന്നത് നമ്മൾ സഭകൾക്ക് എഴുതിയ കത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ ജ്ഞാനം നഷ്ടപ്പെട്ട സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കണ്ണ് എപ്പോഴും അറിവിനെയും ജ്ഞാനത്തെയും, സ്വർഗീയ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മളിപ്പോൾ വായിച്ചു വന്ന ഭാഗം നോക്കുക. ഈ 4 ജീവികൾക്ക് ശരീരം നിറയെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി മുഴുവനും ജ്ഞാനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവനും ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 4 സുവിശേഷങ്ങളും ഒരു കണ്ണ്. നമ്മുടെ കണ്ണ് നോക്കിയേ, കണ്ണ് നമ്മളെ അറിവ് ശേഖരിക്കുന്നതാണ്, അല്ലെ? അറിവ് ശേഖരിക്കുന്നതാണ്, കാര്യങ്ങളെ കാണുന്നതാണ്. ഒരാളുടെ തന്നെ കേന്ദ്രം എന്ന് പറയാവുന്ന പോലെ കണ്ണാണ്. അങ്ങനെ നിറയെ കണ്ണായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പോലെ പ്രതീകാത്മകമായി സംസാരിക്കുകയാണ്. ഈ സുവിശേഷങ്ങൾ സ്വർഗീയ ജ്ഞാനത്തിന്റെ കടലാണ്. സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. 1000 കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ സ്വർഗീയ ജ്ഞാനം, നമ്മുടെ കണ്ണിന് അപ്പുറത്തുള്ള അറിവ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ 4 സുവിശേഷങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. 4 സുവിശേഷങ്ങൾ എന്ന് ആദ്യം വിളിക്കുന്നത് എരണയൂസ് ആണ്. സഭാപിതാവായ വിശുദ്ധ എരണയൂസ് ആണ് ആദ്യമായി 4 ജീവികളെ 4 സുവിശേഷങ്ങൾ എന്ന് പഠിപ്പിക്കുന്ന ഔദ്യോഗിക രേഖകൾ നമ്മുടെ കയ്യിൽ ഉള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് വ്യക്തതയില്ല. പക്ഷെ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട രേഖകളിൽ വിശുദ്ധ എരണയൂസിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉള്ള ലഭ്യമായ രേഖകളിൽ വിശുദ്ധ എരണയൂസ് ആണ് ഇത് 4 ഗോസ്പെൽസിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ പിന്നീട് വിശുദ്ധ ജെറോം അതിനെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഈ 4 ജീവികൾ, ഒന്നാമത്തേത് സിംഹത്തെ പോലെ, രണ്ടാമത്തെ കാളയെ പോലെ, മൂന്നാമത്തെ മനുഷ്യനെ പോലെ, മനുഷ്യന്റെ മുഖം, മൂന്നാമത്തേത് കഴുകനെ പോലെ. ഇതിനെ ക്രമത്തിൽ ഒന്നാമത്തെ സിംഹത്തെ സൂചിപ്പിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണെന്നും കാളയെ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണെന്നും ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഞാൻ സ്വയമായിട്ട് പറയാം. സിംഹത്തെ സൂചിപ്പിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു സിംഹത്തെ പോലെ ശക്തമായ സത്യവിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ നിൽക്കുന്ന, തിന്മയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സിംഹത്തെ പോലെയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എന്ന ആദിമ സഭയുടെ ബോധ്യത്തിൽ നിന്നാണ് വിശുദ്ധ യോഹന്നാന്റെ വെളിപാടിൽ ഇങ്ങനെ ഒരു പ്രതീകം അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാള, അത് ശക്തിയുടെ അടയാളമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വലിയ ശക്തിയോടുകൂടെ മിശിഹായെ അവതരിപ്പിക്കുന്ന സുവിശേഷമാണ്. അവിടുത്തെ പ്രതാപത്തെ അവതരിപ്പിക്കുന്ന സുവിശേഷമായതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായ്ക്ക് പ്രതീകമായി കാളയെ അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തേത് മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം. അത് മാനുഷിക മൂല്യങ്ങളെ, മിശിഹായുടെ മനുഷ്യാവതാര രഹസ്യത്തെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡയസ്പെറ ജ്യൂസിനാണ്, അതായത് ചിതറിപ്പാർക്കുന്ന യഹൂദർക്കാണ് അത് രേഖപ്പെടുത്തിയത്. യഹൂദരെ ഈ വന്നിരിക്കുന്നത് മിശിഹായാണെന്ന്
പഠിപ്പിക്കലാണ് വിശുദ്ധ മത്തായിയുടെ ഉദ്ദേശം. അതുകൊണ്ട് വിശുദ്ധ മത്തായി ഈ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്ന ഈശോ അവിടുന്ന് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കാര്യകാരണങ്ങൾ പഴയ നിയമത്തിൽ നിന്നൊക്കെ ധാരാളമായി ഉദ്ധരിച്ച്, എന്ന് പറഞ്ഞാൽ യഹൂദർ ഉപയോഗിക്കുന്ന പഴയ നിയമത്തെ ധാരാളമായി ഉദ്ധരിച്ച് അങ്ങനെ പഠിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ മനുഷ്യാവതാരത്തെ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതീകമായി മനുഷ്യനെ അവതരിപ്പിക്കുന്നു. ഇനി നാലാമത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. അതിനെയാണ് ഈ കഴുകനെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. കഴുകൻ എന്ന് വെച്ചാൽ യോഹന്നാന്റെ സുവിശേഷം കഴുകനെ പോലെ ഉള്ളതാണ് എന്നല്ല അതിന്റെ അർത്ഥം. കഴുകൻ എന്താ ചെയ്യുന്നത്? കഴുകൻ ഉയരത്തിൽ പറക്കും. രണ്ട് പ്രത്യേകതയാണ് കഴുകനെ കുറിച്ച് പറയുന്നത്. അത് ഉയരത്തിൽ പറക്കും, എന്നിട്ട് മുകളിൽ നിന്ന് പോലും ഈ കഴുകന് സൂക്ഷ്മമായി കാണാമത്രേ. വളരെ ഉയരത്തിൽ പറക്കുന്ന കഴുകൻ താഴത്ത് ദൂരെയുള്ള കോഴിക്കുഞ്ഞിനെയൊക്കെ സൂക്ഷ്മമായി കാണും. നമ്മളിങ്ങനെ ദൂരെ നോക്കുമ്പോൾ നമുക്ക് അവ്യക്തമായി കഴുകൻ അങ്ങനെ കാണാൻ പറ്റുമെന്നാണ് ഒരു പ്രാചീന പാരമ്പര്യം. അപ്പം മിശിഹ രഹസ്യത്തെ സമ്പൂർണമായി കാണുകയും അതിന്റെ സൂക്ഷ്മഭാവങ്ങളിലേക്ക് നോക്കുകയും ചെയ്യുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ. അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കകത്ത് പോലും സൂക്ഷ്മാംശങ്ങൾ വിശദീകരിക്കുന്ന ഒരു സ്വഭാവം വിശുദ്ധ യോഹന്നാനുണ്ട്. നമ്മൾ മുൻപ് പരാമർശിച്ചിട്ടുള്ളതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് കാനായിലെ വിവാഹവിരുന്നിനെ കുറിച്ച് പറയുന്നത്. ചുമ്മാ അവിടെ കല്യാണം നടന്നല്ല പറയുന്നത്, കുറച്ച് വീഞ്ഞുണ്ടാക്കിയെന്നല്ല പറയുന്നത്. അവിടെ 6 കൽപ്പനകൾ ഉണ്ടായിരുന്നു. അത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതായിരുന്നു. എന്തിനുള്ളതായെന്നാണ്? അതിനു വേണ്ടിയുള്ളതായിരുന്നു. വെള്ളം നിറച്ചു എന്നല്ല, വക്കുകൾ വരെ നിറച്ചു എന്നൊക്കെ പറയുന്നത് പോലെ സൂക്ഷ്മമായി ഒരു കഴുകൻ ഇങ്ങനെ ദൂരെ വിശാലമായി കാണുമ്പോഴും അതിനകത്ത് സൂക്ഷ്മാംശങ്ങളെയൊക്കെ കാണുന്നത് പോലെ സുവിശേഷത്തിൽ മിശിഹ രഹസ്യങ്ങളെ കാണുന്ന സുവിശേഷമാണ് ഇത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ കഴുകനോട് ഉപമിക്കുന്നത്. അപ്പൊ ഈ 4 ജീവികൾ 4 സുവിശേഷങ്ങളാണ്. അവയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവ ചുറ്റും ഉള്ളിലും നിറയെ കണ്ണുകൾ, രാപകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു. അവ ഇടപെടാതെ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതായത് ദൈവത്തിന്റെ മഹത്വത്തെ സുവിശേഷങ്ങൾ രാപകൽ നിരന്തരം പ്രഘോഷിക്കുന്നു എന്നാണ്. സത്യമാണത്, അല്ലെ? ഈ ഭൂമിയിലായാലും പോലും നമ്മൾ വെറുതെ ചുമ്മാ വളരെ 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 ടു ലിറ്ററലായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഉറങ്ങുമ്പം ഭൂമിയുടെ മറ്റൊരു സ്ഥലത്ത് സുവിശേഷം വായിക്കപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെ? നമ്മുടെ രാജ്യത്ത് കിടന്ന് ഉറങ്ങുമ്പം ഭൂമിയുടെ അപ്പുറ സൈഡിൽ പകലായിരിക്കും അവിടെ വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഏറ്റവും കുറഞ്ഞത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകത്തിലെ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ എല്ലാ സമയത്തും ഏതെങ്കിലും വിശുദ്ധ ബലികളിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാവും, അല്ലെ? ഭൂമിയുടെ പല സമയങ്ങളാണല്ലോ, പല പ്രദേശങ്ങൾ പല സമയം. അത്രമാത്രം ബലി ഒരു സ്ഥലത്തൊന്നും ആയിരിക്കില്ല. ഒരേ സമയം അനേകം ആയിരക്കണക്കിന് ബലികളിൽ ഈ സുവിശേഷം വായിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അല്ലാതെ വായിക്കപ്പെടുന്ന സ്ഥലങ്ങൾ വേറെ. അപ്പം രാപകൽ ഇടപെടാതെ ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിരിക്കും. അത് ആരോട് ചേർന്നാണ്? ശ്രേഷ്ഠന്മാരോട് ചേർന്നാണ്, ശ്ലൈഹിക സഭയിലാണ്, സ്ലീഹന്മാരോട് ചേർന്നാണ്, മിശിഹായുടെ സാന്നിധ്യത്തിലാണ്. അതിന് നടുവിൽ നിൽക്കുന്ന, കൊല്ലപ്പെട്ടതുപോലെ തോന്നിപ്പിക്കുന്ന ഈശോയുടെ ചുറ്റും നിൽക്കുന്ന സ്ലീഹന്മാരും അവരോട് ചേർന്ന് നിൽക്കുന്ന സുവിശേഷങ്ങളും. അതാണ് സഭയുടെ പ്രഘോഷണത്തിന്റെ സ്വഭാവം. അതാണ് സഭയുടെ പ്രഘോഷണം. ഇനി അവരെന്താ ചെയ്യുന്നത്? കർത്താവിന്റെ നിത്യതയെക്കുറിച്ച് പറയും. അവിടുന്ന് ദൈവമാണ്, അവൻ വരാനിരുന്നവനാണ്. എന്ന് വെച്ചാൽ പഴയ നിയമം മുഴുവൻ കാത്തിരുന്നവനാണ്, വന്നിരിക്കുന്നവനാണ്, ഇനി വീണ്ടും വരാനിരിക്കുന്നവനാണ്. സഭയുടെ പ്രത്യാശയാണ് അവിടുത്തെ 2ാമത്തെ ആഗമനം. അങ്ങനെ വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് അവിടുന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന ഈ സുവിശേഷങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ വലിയ മഹത്വം സുവിശേഷങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. ദൈവാരാധനയുടെ സ്തുതിഗീതങ്ങൾ വിശുദ്ധ ഗ്രന്ഥം അർപ്പിച്ചുകൊണ്ടിരിക്കും. അത് വായിക്കുന്നവരുടെ അധരങ്ങളിലൂടെ സുവിശേഷം തന്നെ ഈ ഭൂമിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അതിന്റെ ലളിതമായ അർത്ഥം. അതുകൊണ്ട് അതൊരു ചെറിയൊരു പ്രവൃത്തി അവിടെ നടക്കുന്നു എന്നുള്ളതല്ല, സഭാ ജീവിതത്തെയാണ് ഈ അവതരിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകം മുഴുവൻ ഇങ്ങനെ അവതരിപ്പിക്കുന്ന സഭാജീവിതത്തെയാണ്. തിരുസഭ എങ്ങനെ ജീവിക്കുന്നു, തിരുസഭ എങ്ങനെ ആയിരിക്കുന്നു, ഇതൊക്കെയാണ് വെളിപാടിന്റെ വിഷയം. അല്ലാതെ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സെക്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, തിരുസഭാ ജീവിതത്തെക്കുറിച്ചാണ്. ദൈവാരാധന നടത്തുന്ന ഒരു സമൂഹം, അതാണ് ഇവിടെ നോക്കുക. ഇതൊരു ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റ് പോലെയാണ്. ദൈവാരാധന നടത്തുന്ന ഒരു സമൂഹത്തെ നമ്മളിവിടെ കാണുന്നത്. അവിടെ ശ്ലീഹന്മാരുണ്ട്, വായിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥമുണ്ട്, നടുക്കം നിൽക്കുന്ന കുഞ്ഞാടുണ്ട്, അവിടുത്തെ ബലിയർപ്പണത്തെ സൂചിപ്പിക്കുന്ന, കൊല്ലപ്പെട്ടതുപോലെ തോന്നിപ്പിക്കുന്ന ബലിയർപ്പിക്കപ്പെട്ട മിശിഹായുടെ സാന്നിധ്യമുണ്ട്, അതിനോട് ചുറ്റും നിൽക്കുന്ന ജനാവലിയുണ്ട്, ദൂതഗണങ്ങളെ കുറിച്ച് നമ്മൾ തൊട്ടപ്പുറത്ത് വായിക്കും. അവരോട് ചേർന്ന ദൂതഗണങ്ങൾ, ഇവരെല്ലാം കൂടെ ചേർന്ന്
നിരന്തരം സ്തോത്രം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാരാധനാ സമൂഹത്തെയാണ് ഈ വിശുദ്ധ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ അനുഭവിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. ഈ വെളിപാട് തന്നെയും ഒരു ഞായറാഴ്ച ധ്യാനത്തിലാണ്, ഒരു ഞായറാഴ്ച ദിവസത്തെ കടമുള്ള ദിവസത്തിന്റെ ബലിയർപ്പണവും അതുമായി ബന്ധപ്പെടുത്തിയ സുവിശേഷാത്മക രക്ഷാകര ധ്യാനത്തിൽ വിശുദ്ധ യോഹന്നാൻ നിമഗ്നനായിരിക്കുന്ന സമയത്താണ് ഈ ദർശനം ഉണ്ടാകുന്നതല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുകയായിരുന്നു, ഇത് മുഴുവനും, എല്ലാ അടയാളങ്ങളും അവതരിപ്പിക്കുന്ന മുഴുവനും സഭാത്മകമാണ്. വെളിപാട് പുസ്തകം സഭയുടെ ജീവിതവും ആ ജീവിതത്തിന്റെ ക്രമപ്പെടുത്തലുമാണ്. സഭാത്മക ജീവിതത്തിന്റെ സവിശേഷതകൾ അറിയിക്കുന്നതാണ്. സഭ ഭൗമിക സഭയും സ്വർഗീയ സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്. ഭൗമിക സഭ എങ്ങനെ സ്വർഗീയ സഭയിലേക്ക് പ്രവേശിക്കും എന്നതിനെക്കുറിച്ച് പറയുന്നതാണ്. അങ്ങനെ ചുരുക്കത്തിൽ ഭൗമിക ശുദ്ധീകരണ സ്വർഗീയ സഭകൾ, ആ സഭയുടെ ജീവിതം, അതിന്റെ കേന്ദ്രമാകുന്ന മിശിഹ, അതിനെ നയിക്കുന്ന നെടുന്തൂണുകളാകുന്ന സ്ലീഹന്മാർ, അവർ പിൻഗാമികളായ മെത്രാന്മാർ, അവരുടെ ശുശ്രൂഷകൾ, അവരോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനം, ഇതിനെക്കുറിച്ച് പറയുന്നതാണ് എന്നതാണ്. ഇനി അടുത്ത പ്രതീകം കുഞ്ഞാടാണ്. കുഞ്ഞാട് എന്ന പ്രതീകം സ്വാഭാവികമായും മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടാതെ തന്നെ നമുക്കറിയാം അത് ഈശോയെ സൂചിപ്പിക്കുന്നതാണ്. കുഞ്ഞാട് എന്ന് പറയുമ്പം ഫോക്കസ് ചെയ്യപ്പെടുന്നത് ബലിയാണ്, ബലിയർപ്പിക്കപ്പെട്ട ഈശോയെ കുറിച്ചാണ്. കുരിശുമരണത്തിലൂടെ കടന്നുപോയ ഈശോ, പാപമോചനത്തിനായി സ്വയം ബലിയായി അർപ്പിച്ച ഈശോയാണ് കുഞ്ഞാട് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. ഇനി മൃഗം എന്ന് പറയുന്നതും വേശ്യ എന്ന് പറയുന്നതും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ്. മൃഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നിടത്തൊക്കെ ഈ സാമ്രാജ്യത്വ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. ബാബിലോൺ സാമ്രാജ്യത്തെ ആണ് പ്രധാനമായും, റോമൻ സാമ്രാജ്യത്തെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മൃഗം, കടലിൽ നിന്ന് കയറി വന്ന മൃഗത്തെക്കുറിച്ച് 13:1 നമ്മൾ വായിക്കുക. സമയമില്ലാത്തതാണ്, പെട്ടെന്ന് കിട്ടുമെങ്കിൽ എടുത്ത് വായിച്ചു. 13:1, 13:11 രണ്ടും വായിച്ചു. 13:1, 13:11 വായിച്ചോളൂ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടുവരുന്ന 13:1 13:11 ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു മൃഗത്തെ ഞാൻ കണ്ടു എന്ന് നമ്മൾ വായിക്കും. അതായത് ഈ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. റോമാ സാമ്രാജ്യം അത് കടൽ കടന്ന് അവരുടെ എന്താ പറയാ, ഈ നേവൽ ഫോഴ്സ് ഭയങ്കര ശക്തമായിരുന്നു. അങ്ങനെയാണ് അവരത് പിടിച്ചടക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് കടൽ കടന്നു വന്ന മൃഗം എന്ന് പറയുന്നത്. അല്ലാണ്ട് കടലിൽ നിന്ന് കയറി വരുന്നൊരു വ്യാളിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അത് അതിലൂടെ കടന്നു വന്നു. അതിന് പശ്ചാത്തലങ്ങൾ വേറെയുമുണ്ട്. ഈ നീറോ ചക്രവർത്തിയൊക്കെ തന്റെ വിപ്രവാസ കാലത്തിന് ശേഷം ഒളിച്ചു താമസിച്ചിരുന്നിടത്ത് വീണ്ടും കടലിലൂടെ കടന്നു വന്ന് തിരിച്ചു വന്ന് അധികാരം പിടിച്ചെടുത്തതിനൊക്കെ സൂചിപ്പിക്കും. അപ്പൊ ആ പശ്ചാത്തലമൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവര് കടൽ കടന്നു വന്ന മൃഗം എന്ന് പറയുമ്പം ഈ നീറോ ഒരു മൃഗത്തെ പോലെയാണ്, ഈ സാമ്രാജ്യം ഒരു മൃഗത്തെ പോലെയാണ്. അത് കടലിലൂടെയാണ് കടന്നു വന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നത് കടൽ വഴിയാണെന്ന് നമുക്കറിയാലോ. കടൽ കടന്നു വന്ന ഒരു കമ്പനി എന്ന് പറയുമ്പം ആരെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്നതുപോലെ കടലിൽ നിന്ന് കയറി വന്ന മൃഗം എന്ന് ഉദ്ദേശിക്കുന്ന റോമ സാമ്രാജ്യത്തെയാണ്. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് കയറി വന്ന മൃഗം എന്ന് സൂചിപ്പിക്കുന്നതും ഈ റോമൻ സാമ്രാജ്യത്തെ, അതിന്റെ പ്രവിശ്യകളുടെ അധിപന്മാരെ, അധികാരികളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് 12:3 നമ്മൾ മറ്റൊന്ന് കാണും. സ്വർഗത്തിൽ ആകാശത്തിൽ മറ്റടയാളം കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും. സർപ്പം എന്ന് വായിക്കും. വീണ്ടും 20:2 വായിക്കാമോ? അവൻ ഒരു ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് സർപ്പം എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യനെ കബളിപ്പിക്കുന്ന, ചതിയിൽപ്പെടുത്തുന്ന, അവന്റെ നന്മകൾ കവർന്നെടുക്കുന്ന സാത്താനെ സൂചിപ്പിക്കുന്നതാണ്, പിശാചിനെ. അതുകൊണ്ടാണ് പുരാതന സർപ്പം എന്ന് പറയുന്നത് ആദ്യത്തെ ഹവ്വായെ വഞ്ചിച്ച സർപ്പത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഒരു പാമ്പ് വന്ന ചെയ്തതെന്നല്ല അതിന്റെ അർത്ഥം, തിന്മയെ സൂചിപ്പിക്കുന്നതാണ്, സാത്താന്റെ കൗടില്യത്തെ സൂചിപ്പിക്കുന്നതാണ് സർപ്പം എന്ന പരാമർശങ്ങളൊക്കെ. ഇനി അതുപോലെ ചില സ്ഥലത്ത് തവളകളെ കുറിച്ച് കാണാം. തവളകൾ വളരെ രസകരമാണ്. നുണപ്രചരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. തവളകൾ നുണ പ്രചരിപ്പിക്കുന്ന, അതെന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് എനിക്കറിയാൻ പാടില്ല. തവളകൾ ഇങ്ങനെ പ്രോ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. ഇത് നുണ പറഞ്ഞ് പരത്തുന്നത് എനിക്കറിഞ്ഞൂടെ. എന്തായാലും നുണപ്രചരണങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് പാരമ്പര്യം ഒക്കെ ആയിരുന്നിരിക്കാം. തവളകളെ സൂചിപ്പിക്കും. നമ്മൾ കറുത്ത കുതിരയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ. ഇനി ചില വസ്തുക്കൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടേ, സമയം തീരാൻ പോകുകയായതുകൊണ്ട്. ഒന്ന് കിരീടങ്ങളാണ്. കിരീടം നമുക്കൊരു സംശയമില്ല, അത് രാജാധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ മിശിഹായുടെ അധികാരത്തെ സൂചിപ്പിക്കും. അങ്ങനെ സിംഹാസനം, അത് രാജാവിന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. രത്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കാണിക്കും. പ്രത്യേകിച്ച് സ്വർഗ ദർശനത്തെക്കുറിച്ച് പറയുന്നത് രത്നങ്ങൾ, പവിഴം, അങ്ങനെ 9 നവരത്നങ്ങളുടെ കുറിച്ച് അങ്ങനെയൊക്കെ പറയും. അത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ഒന്നാമത് അതിന്റെ മനോഹാരിതയെക്കുറിച്ച്, സ്വർഗീയ പ്രൗഢിയെക്കുറിച്ച് പറയുന്നതാണ്.
രത്നങ്ങൾ കൊണ്ട് നിറച്ച, അല്ലാണ്ട് അവിടുത്തെ മതിലുകളൊക്കെ പുഷിരാഗം കൊണ്ട് പണിതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വെട്ടിയിട്ടാണ് അവിടെ മതിൽ പണിതേക്കുന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ ആരും രത്നങ്ങൾ കൊണ്ട് മതിൽ പണിയോ ഭിത്തി പണിയോ ഒന്നും ചെയ്യാറില്ലല്ലോ. അവ അത്രമാത്രം ബലപിടിപ്പുള്ളതല്ലേ. അപ്പം അത് സ്വർഗത്തിന്റെ സമ്പത്തിനെ കുറിച്ചും സ്വർഗത്തിന്റെ അഭൗമിക മനോഹാരിതയെക്കുറിച്ചും, മനോഹാരിത എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയുള്ള ഭംഗിയെക്കാളും കുറിച്ചല്ല പറയുന്നത്, ഈ പ്രപഞ്ചത്തിന് അതീതമായ സ്വർഗീയ രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്ന, സ്വർഗത്തിന്റെ വലിയ റിച്ച്നെസ്സിനെ സൂചിപ്പിക്കുന്ന, പരിമിതികളില്ലാത്ത അനുഗ്രഹത്തിന്റെ, കൃപയുടെ, നന്മയുടെ ഒക്കെ സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന രത്നങ്ങൾ. രത്നങ്ങളെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ നമ്മൾ നിറച്ചു കാണും. അവ ആ ശ്രേഷ്ഠമായവയെ സൂചിപ്പിക്കുന്നതാണ്, പൊതുവിൽ ശ്രേഷ്ഠമായ ചില കോൺക്രീറ്റ് ആയിട്ടുള്ള ചില ശ്രേഷ്ഠമായ കാര്യത്തെക്കുറിച്ച് പറയാൻ നേരത്തും അത് ഈ പറഞ്ഞ പോലത്തെ വൈഡൂര്യം, കല്ലുകൾ അങ്ങനെ പരാമർശിക്കുന്ന നമ്മൾ കാണും. ഇനി വാൾ എന്ന പരാമർശം നമ്മളാണ്. വാള് 1:16 ഒന്നാമത്തെ അധ്യായം 16 ദൈവ വചനത്തെ സൂചിപ്പിക്കും. 1-2-3 സാഹചര്യങ്ങളെ സൂചിപ്പിക്കും. ഒന്ന് ദൈവവചനത്തെ തന്നെ. പഴയ നിയമത്തിൽ നമ്മൾ മീൻസ് ലേഖനങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ, ദൈവവചനമാകുന്ന വാളെടുക്കുക എന്നൊക്കെ നമ്മൾ വായിക്കും. 1:16 അവന്റെ വലത്തു കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുതലയുള്ള വാൾ. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വചനം എന്നാണ് അർത്ഥം. ഒരു വാള് ഇറങ്ങി വരുന്നതല്ല, ഹൃദയങ്ങളെ തുളച്ചു കയറുന്ന, സന്ധിബന്ധങ്ങളെ മുറിവേൽപ്പിക്കുന്ന ഇരുതല മൂർച്ചയുള്ള ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാൾ എന്ന് പറഞ്ഞാൽ മിശിഹായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു സ്ഥലത്ത് 19:15 ഇതേ വാൾ, അത് വായിക്കാമോ? 19:15 അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു, സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. സർവ്വജനതകളുടെ മേൽ പതിക്കുന്ന ഒരു വാൾ. ഇവിടെ വചനമാണ് സൂചിപ്പിക്കപ്പെടുന്നതെങ്കിലും വിധി ചെയ്യുന്ന വചനത്തെയാണ്, ദൈവത്തിന്റെ വിധി തീർപ്പിന്റെ വചനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വചനം തന്നെയാണ്, പക്ഷെ വിധി തീർപ്പിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഉദ്ദേശിക്കുന്നത് തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി നൽകുന്ന, നന്മ ചെയ്യുന്നവർക്ക് നന്മ കൊടുക്കുന്ന വിധിയാളനായ കർത്താവിന്റെ സ്വരത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ 6:4 ഇതേ വചനം തന്നെ നാശത്തെ സൂചിപ്പിക്കും. 6:4 അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. അവന് വലിയ വാളും കൊടുത്തു. ആ വാള്, അവന് നൽകപ്പെട്ട വാൾ ദൈവവചനത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അത് അവന് നശിപ്പിക്കാനുള്ള അധികാരം കൊടുത്തു എന്ന അർത്ഥത്തിലാണ്. ഇനി മറ്റൊന്ന് കാഹളമാണ്. കാഹളം അത് 1:11 കാഹളത്തിന്റെ സ്വരം കേട്ടു എന്ന് നമ്മൾ വായിക്കും. കാഹളം അത് ദൈവത്തിന്റെ കൽപ്പനയെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ വിധിയുടെ സ്വരം, അവിടുത്തെ രണ്ടാമത്തെ ആഗമനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ. മറ്റൊന്ന് 1:13 നമുക്ക് വായിക്കുന്നതാണ്. 1:13 ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, നീണ്ട അങ്കി, അതിനെക്കുറിച്ചാണ്. ഈ അങ്കി പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ആരുടെ അങ്കി എന്നാണ് പറയുന്നത്? ഒന്നുകൂടെ വായിക്കാമോ? ദീപങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. ഈശോ മിശിഹായെ, മനുഷ്യാവതാരം ചെയ്ത ഈശോ, ഉദ്ധിതനായ ഈശോയെ പോലെ എന്ന് പറയാൻ കാരണം എന്താണ്? മനുഷ്യപുത്രനെ പോലെ എന്ന് പറയാൻ കാരണം അവിടുന്ന് ഉദ്ധിതനാണ് ഇപ്പോൾ എന്നാണ് അതിന്റെ സൂചന. അവിടുന്ന് ഉദ്ധിതനാണ്, അതുകൊണ്ടാണ് പോലെ ആയിട്ട് ഇരിക്കുന്നത്. ഉദ്ധിതനായ മിശിഹായുടെ പൗരോഹിത്യ അധികാരത്തെയാണ് ഈ നീണ്ട അങ്കി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് പിന്നീട് സ്ലീഹന്മാരുമായി ബന്ധപ്പെട്ടും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കാണും. അതുപോലെ മറ്റൊരു സ്ഥലം നമ്മൾ കുരുത്തോലകൾ ഏന്തി, അത് പഴയ നിയമത്തിൽ ചില ഹെസക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ ഉള്ള പരാമർശങ്ങളാണ്. അത് വിജയത്തെ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ വിജയം നേടി വരുമ്പോൾ അതിനെ കുരുത്തോലകൾ ഏന്തി അതിനെ ഇത് സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമായിട്ട് ഈശോ തന്നെയും ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുരുത്തോലകളൊക്കെ കൈപിടിച്ചിട്ട് ഒലിവിൻ ചില്ലകളൊക്കെ പിടിച്ച് ഈശോയെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത് വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതുപോലെ ഈശോയുടെ വേഗത്തിൽ പറഞ്ഞു പോവാം. ശരീരഭാഗങ്ങളെ കുറിച്ച് ഉള്ള പരാമർശം. ഇപ്പൊ തല എന്ന് പറയുന്നത് എപ്പോഴും അധികാരിയെ സൂചിപ്പിക്കുന്നതാണ്. അധികാരമുള്ളവർ, ചിലപ്പോൾ രാജാക്കന്മാരെ സൂചിപ്പിക്കാനായിരിക്കും, നേതാക്കന്മാരെ സൂചിപ്പിക്കാനായിരിക്കും. അതുപോലെ കൊമ്പ് കുഴൽ.
കൊമ്പ് അത് 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 കിരീടത്തെ, രാജാധികാരത്തെ, വലിയ ശക്തിയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ശരീരഭാഗങ്ങളെ കുറിച്ച്, കണ്ണിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ചിറകുകളെ കുറിച്ച് പറയുന്നത് അത് അഭൗമിക ശക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ കലാതീതമായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂതന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവിക സ്വഭാവത്തെക്കുറിച്ച്, വേഗതയെക്കുറിച്ച്, ഔന്നത്യത്തെക്കുറിച്ച് ഒക്കെ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ചിറക് പരാമർശ വിഷയമൊക്കെ ആകുന്നത്. ചിറക് അരിഞ്ഞു കളയുന്ന ചിറകിനെ കുറിച്ചും ചിറകുകൾ ഇത്രയുണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ അതിന്റെ പശ്ചാത്തലത്തിലാണ്. വേറെ ചില അർത്ഥങ്ങളും ചിറകിനുണ്ട്. തൽക്കാലം പെട്ടെന്ന് ഇത് പറയാം. ഇനി മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് സ്വർഗം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അത് നമുക്ക് ക്ലിയർ ആണ്. സ്വർഗം തന്നെയാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഭൂമി എന്ന് പറഞ്ഞ ഗോളത്തെക്കുറിച്ച് പറയുക എന്നതിനേക്കാൾ ഭൗമികരായ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പറയുന്നിടത്താണ് ഭൂമി എന്ന വാക്ക് ഉപയോഗിച്ചു പോകുന്നത്. അതുപോലെ ആകാശം എന്ന് പറയുന്നത് അത് സ്കൈ എന്നതിനേക്കാൾ ഈ അരൂപികളുടെ അല്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ശക്തികളെ സൂചിപ്പിക്കുന്ന പരാമർശമാണ് ഈ പറഞ്ഞ ആകാശം എന്ന് പറയുന്നത്. അതുപോലെ കടൽ എന്ന വാക്ക് ധാരാളം നമ്മൾ കാണും. കടല് എപ്പോഴും ഒരു അസന്നിഗ്ധാവസ്ഥയെ സൂചിപ്പിക്കുന്ന, അപകട സാധ്യതകളെ സൂചിപ്പിക്കുന്ന പരാമർശമാണ് കടൽ. അതുപോലെ പാതാളം അത് സാത്താൻ അധിവസിക്കുന്ന സ്ഥലമാണെന്നും അത് ശിക്ഷാവിധിയുടെ സ്ഥലമാണെന്നും ശിക്ഷിക്കപ്പെട്ടവരുടെ സ്ഥലമാണെന്നും എന്നൊക്കെ ഉള്ള പശ്ചാത്തലത്തിലാണ് പാതാളം എന്ന വാക്ക് വെളിപാട് പുസ്തകത്തിനകത്ത് ധാരാളമായി ഉപയോഗിക്കുന്നത്. അതുപോലെ കൊയ്ത്തുകാലം എന്നൊക്കെ പറയുന്നത് ശിക്ഷാവിധിയുടെ കാലമാണ്, വിധിയുടെ കാലമാണ്. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെ നന്മ ചെയ്തവരെ തിന്മ ചെയ്തതിൽ നിന്ന് വേർതിരിക്കുന്ന വിധിയെക്കുറിച്ച് പറയുന്നതാണ് ഈ കൊയ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മുന്തിരിയുടെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നതൊക്കെ ഇതേ വിധിയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതുപോലെ ഈ വിധിയുമായി ബന്ധപ്പെടുത്തി ചില പ്രത്യേക കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. സൂര്യൻ ഇരുണ്ടു പോകുന്നു, രക്തവർണ്ണമാകുന്ന ചന്ദ്രനെ കുറിച്ച്, ഭൂമി കുലുക്കത്തെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചം ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച പ്രപഞ്ചം ദൈവത്തിൽ തന്നെ എത്തിച്ചേരുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് കാണുന്നത്. ഇനി ഏതായാലും ചിലത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. മാലാഖമാരെ ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ്. ഇനി ഈ എന്താ പറയാ സാക്ഷ്യത്തിന്റെ പേടകം എന്ന് ഉപയോഗിക്കുന്നത് വാഗ്ദാന പേടകത്തെ കുറിച്ചാണ്. ബാബിലോൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ബാബിലോൺ സാമ്രാജ്യത്തെ മാത്രമല്ല, ബാബിലോണിന്റെ വിജാതീയ വിശ്വാസത്തെ, വിജാതീയ വിഗ്രഹാരാധനാ സ്വഭാവമുള്ള മതാത്മക സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജന്തുക്കൾ എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് അത് പലപ്പോഴും കിങ്ഡത്തെ സൂചിപ്പിക്കുന്നു, ഗവൺമെന്റിനെ സൂചിപ്പിക്കുന്നു, പൊളിറ്റിക്കൽ പവറിനെയൊക്കെ സൂചിപ്പിക്കുന്നു. നമ്മൾ ചുരുക്കി പറഞ്ഞായിരുന്നു. അതുപോലെ കറുത്ത നിറത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇന്നത്തെ മറ്റൊരു അർത്ഥം അത് ധാർമ്മിക അധപതനത്തെ സൂചിപ്പിക്കാനായിട്ട്, പാപത്തെ സൂചിപ്പിക്കാനായിട്ട്, വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നതിനെ സൂചിപ്പിക്കാനൊക്കെ ആയിട്ട് കറുത്ത നിറം ഉപയോഗിക്കും. അതുപോലെ ബ്ലഡ് രക്തം അത് ജീവനെ സൂചിപ്പിക്കുന്ന അടയാളമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ ആഴമുള്ള കുഴി, ഇങ്ങനെ പിറ്റ്, ബോട്ടംലെസ് പിറ്റ്, അത് സൂചിപ്പിക്കുന്നത് ഒരു എന്താ പറയാ കാവോസ്, സന്നിഗ്ധാവസ്ഥ. അതുപോലെ എന്താ പറയുന്നത്, ഒരു എല്ലാം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തതുപോലെ സാഹചര്യങ്ങൾ തുടങ്ങിയ പശ്ചാത്തലങ്ങളൊക്കെയാണ് അടിയില്ലാത്ത പിറ്റിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ കിരീടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അധികാരത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. ഇനി കപ്പ് എന്ന വാക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് സഹനത്തെയും വിധിയെയും സൂചിപ്പിക്കുന്നതാണ്. മട്ടുവരെ കുടിച്ചു തീർക്കുന്ന കപ്പിനെ കുറിച്ചൊക്കെയുള്ള പരാമർശമൊക്കെ എപ്പോഴും അത് വിധിയെക്കുറിച്ച് പറയുന്നതാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വർഷത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ദിവസം എന്നാണ് പറയണമെങ്കിലും വർഷത്തെ ആയിരിക്കും പലപ്പോഴും സൂചിപ്പിക്കുന്നത്. അതുപോലെ തുറന്നു കിടക്കുന്ന വാതിൽ എന്ന് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ കാണും. തുറന്ന വാതിൽ 3:8 വായിക്കുന്നത്. 3-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ ആർക്കും അടയ്ക്കാനും കഴിയാത്തതുപോലെ തുറന്നു കിടക്കുന്ന ഒരു വാതിൽ. അത് തുറന്നു കിടക്കുന്ന വാതിൽ
തുറന്നു കിടക്കുന്ന അവസരത്തെ സൂചിപ്പിക്കുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള വലിയ അവസരം ഇതാ തുറന്നു കിടക്കുന്നു എന്നാണ്. ഫിലാദൽഫിയയിലെ സഭയെ കുറിച്ചാണ്. ഫിലാദൽഫിയ എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫിലാദൽഫിയ സഹോദര സ്നേഹം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫിലാദൽഫിയ എന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തിയാണ് തുറന്ന വാതിലിനെ കുറിച്ച് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഏഷ്യ മൈനറില് ഗ്രീക്ക് സംസ്കാരം റോമക്കാര് ഉപയോഗിച്ച അല്ലെങ്കിൽ ഗ്രീക്കുകാര് ഉപയോഗിച്ച് ഒരു ഉപകരണമാക്കിയ ഒരു നഗരം ഈ ഫിലാദൽഫിയ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു, ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഫിലാദൽഫിയ, അതുവഴി ആ നഗരത്തിലൂടെ ഇത് പ്രചരിപ്പിക്കാൻ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാണ് സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സ്പേസ് ആണ്, ഒരു ഓപ്പൺ സ്പേസ് ആണ് ഈ പറഞ്ഞ ഫിലാദൽഫിയ. അതുകൊണ്ടാണ് തുറന്ന വാതിൽ എന്നൊക്കെ പരാമർശിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ പോകുന്നു. ഇനി അതുപോലെ ഈഗിളിനെ കുറിച്ച് പറഞ്ഞു. ഈജിപ്റ്റ് എന്ന വാക്ക് അത് നിരീശ്വരവാദത്തിന്റെ അടയാളമായിട്ടാണ് വെളിപാട് പുസ്തകം ഉപയോഗിക്കുന്നത്. അതുപോലെ അഞ്ജനം അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നത്. കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം നീ എന്നിൽ നിന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ അഞ്ജനം അത് കണ്ണിനെ കാഴ്ച തരുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ഫോർഹെഡ് സൂചിപ്പിക്കുന്നത് ഒരാളുടെ മൈൻഡിനെയാണ്, ഇച്ഛാശക്തിയൊക്കെയാണ്. അതുപോലെ പലതും ഞാൻ പറഞ്ഞു പോയായിരുന്നില്ല, ഒന്ന് നോക്കി പോകുന്ന. അതുപോലെ കൊമ്പ് അത് അധികാരത്തെ, ശക്തിയെ സൂചിപ്പിക്കുന്നു. കുതിരകൾ എന്ന് പറഞ്ഞ പൊതുവിൽ ശക്തിയെ, അധികാരത്തെ, യുദ്ധത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ താക്കോലുകൾ അത് നിയന്ത്രിക്കുന്നതിനെ, വിധിയെ നന്മ തിന്മ ഒരാളെ വിധി ചെയ്യുന്നതിന്റെ അടയാളമായിട്ടൊക്കെ താക്കോലുകളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കും. ലാമ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഈശോയെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. സിംഹം എന്ന് പറയുന്ന അധികാരത്തെ സൂചിപ്പിക്കും, പലപ്പോഴും ഈശോയെ തന്നെ സൂചിപ്പിക്കാൻ സിംഹം എന്ന വാക്ക് ഉപയോഗിക്കും, എന്ന് പറഞ്ഞാൽ ആ പ്രതീകം ഉപയോഗിക്കും. അതുപോലെ ലോർഡ്സ് ഡേ എന്ന് പറയുന്നത് സാബത്താണ്. ചന്ദ്രൻ എപ്പോഴും സ്ഥിരതയുടെ അടയാളമായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ട്. സ്ഥിരതയുടെ പെർമനൻസ്, അതിന്റെ അടയാളമായിട്ട് ചന്ദ്രൻ അവതരിപ്പിക്കപ്പെടാറുണ്ട്. മൂൺ. അതുപോലെ മോർണിംഗ് സ്റ്റാർ, ഉദയസൂര്യൻ എന്ന് സൂചിപ്പിക്കുന്നത് ഈശോയെ തന്നെയാണ്. ഈ മൗണ്ടൻസ്, മലകൾ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ അധികാരത്തെ, രാഷ്ട്രീയമോ മതപരമോ ആയ അധികാരത്തെ, പ്രത്യേകിച്ച് പലപ്പോഴും അത് വിജാതീയ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ദൈവത്തിന്റെ രഹസ്യം എന്ന പരാമർശം, മിസ്റ്ററി ഓഫ് ഗാഡ്, അത് സുവിശേഷങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ രഹസ്യങ്ങൾ എന്നുള്ള പരാമർശം അത് സുവിശേഷത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓയിൽ, തൈലം, അത് അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി റെയിൻബോ, മഴവില്ല് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തതയെ സൂചിപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ദൈവം ഏർപ്പെടുത്തുന്ന സമാധാന ഉടമ്പടിയെ സൂചിപ്പിക്കുന്നതാണ്. ഈ റെയിൻബോ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കും. ഞാൻ പണ്ടതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിങ്ങനെ തിരിച്ചു വെച്ചേക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കൊലയ്ക്കാവുന്ന, അതായത് വലിച്ച് കൊലയ്ക്കാവുന്ന പരുവത്തിലല്ല ഇരിക്കുന്നത്, അത് മുകളിലേക്കായിരിക്കുന്നത്. നമുക്കെതിരായിട്ടാണ്, നമുക്ക് നേരെയല്ല ഇതിരിക്കുന്നത്, നമ്മിൽ നിന്ന് മുഖം തിരിഞ്ഞാണ് ഈ വില്ല്, മഴവില്ല് എന്ന് പറഞ്ഞ വില്ലിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് സമാധാന ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മുദ്ര എന്ന് പറയുന്നത് ദൈവം സ്വന്തമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ തിന്മയുടെ മുദ്ര എന്ന് പറഞ്ഞാൽ തിന്മ ആളെ സ്വന്തമാക്കിയിരിക്കുന്നു, അയാളുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്നു എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. സർപ്പം സാത്താൻ തന്നെയാണ്. അതുപോലത്തെ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്, ലേക്ക് ഓഫ് ഫയർ എന്ന് പറയുന്നത്, അഗ്നിയുടെ തടാകം എന്ന് പറയുന്നത് മരണത്തെ, നിത്യജീവനിൽ നഷ്ടപ്പെടുന്ന മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. 7 തലകൾ എന്ന് പറയുന്നത് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലുള്ള 7 രാഷ്ട്രീയ തലവന്മാരെ, 7 പൊളിറ്റിക്കൽ പവേഴ്സിനെ സൂചിപ്പിക്കുന്നതൊക്കെയാണ്. നക്ഷത്രങ്ങൾ പലപ്പോഴും മാലാഖമാരെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ ഈശോയാണ് സൂചിപ്പിക്കുന്നത്. വാള് സ്വാഭാവികം നമുക്കറിയാവുന്ന പോലെ അത് രക്തച്ചൊരിച്ചിലിനെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. സമയം എന്ന് പറയുന്നത് പലപ്പോഴും ലിറ്റർജിക്കൽ ഇയറിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമയവും സമയങ്ങളും എന്നൊക്കെ പറയുമ്പം അത് ആരാധനാക്രമ മത്സരത്തെ സൂചിപ്പിക്കുന്നതാണ് പലപ്പോഴും. ഇനി അങ്ങനെ പറയാനാണെങ്കിൽ ഇനിയും ധാരാളമുണ്ട്. ഒരുമാതിരി പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. വിങ്സ് സ്പീഡിനെ, വേഗതയെ സൂചിപ്പിക്കുന്നതാണ്. പ്യുവർ വുമൺ എന്ന് പറയുന്നത് സഭയെ സൂചിപ്പിക്കുന്നതാണ്.
ഇംപ്യൂർ വുമൺ എന്ന് പറയുന്നത് സഭയിൽ നിന്ന് വിശ്വാസത്യാഗം ചെയ്തു പോയ ആളുകളെയും സഭയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഏകദേശം ഒരുമാതിരിപ്പെട്ട വെളിപാട് പുസ്തകത്തിലെ ഒരുമാതിരിപ്പെട്ട പ്രതീകങ്ങളെയൊക്കെ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ ധാരണയുണ്ടെങ്കിൽ വെളിപാട് പുസ്തകത്തെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ, നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു പരിധി വരെയൊക്കെ പറ്റും. ഇനി നമുക്ക് പറ്റാതെ പോകുന്നത് ഇവയെ കൂട്ടിച്ചേർത്തുള്ള വിശദീകരണത്തിനാണ് നമുക്ക് പെട്ടെന്ന് പറ്റാതെ പോകുന്നത്. പറഞ്ഞാൽ അതിനകത്ത് ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ കണ്ടില്ലേ, 24 പേരെ സൂചിപ്പിക്കുന്ന അപ്പോസ്തലന്മാരാണ്, 4 എന്ന് പറഞ്ഞ ജീവികളാണ്. ഓക്കെ, അതുകൊണ്ടെന്താണ് ഇത് രണ്ടോട് കൂടി ചേരുന്ന സഭയുടെ ആരാധനയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുനിന്നുള്ള എന്താ പറയാ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴുള്ള വ്യാഖ്യാനം. അത് നമുക്ക് ഇത് കണ്ടതുകൊണ്ട് മാത്രം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ കുറച്ച് സൂക്ഷ്മം വായിക്കുന്ന ഒരാൾക്ക് പോലും സ്വാഭാവികമായി അത് മനസ്സിലാവും. 2-3 ബേസിക് കാര്യങ്ങൾ ഓർത്താൽ മതി. പറയുന്നത് എന്തായിരുന്നാലും തിരുസഭാ ജീവിതത്തെ കുറിച്ചാണ്, മിശിഹായെ കുറിച്ചാണ്, സ്ലീഹന്മാരെ കുറിച്ചാണ്, സഭാംഗങ്ങളെ കുറിച്ചാണ്, ഭൗമിക സഭയെക്കുറിച്ചാണ്, അവർ തീരുന്ന പീഡനങ്ങളെ കുറിച്ചാണ്, പീഡനങ്ങളുടെ അപ്പുറത്ത് കാത്തിരിക്കുന്ന വലിയ വിജയത്തെക്കുറിച്ചാണ്. ഇവര് പീഡനങ്ങൾ വഹിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഇതുപോലെ പീഡകൾ സഹിച്ച് മരിച്ച ഒരാളുണ്ട് ഈശോ, അവൻ ഉത്ഥാനം ചെയ്തു, അവനോടത്ത് നമ്മൾ ഉത്ഥാനം ചെയ്യും, ആ പ്രത്യാശ കൊടുക്കുന്ന. അങ്ങനെ സഭാജീവിതവും സഭയുടെ വിശ്വാസവും സഭയുടെ പ്രത്യാശയും ഒക്കെ ഉൾച്ചേരുന്ന സുവിശേഷങ്ങളുടെ ഒരു 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 വ്യാഖ്യാനം പോലെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അടയാളങ്ങളും പ്രതീകങ്ങളും പറയുന്ന ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവയെ കൂട്ടിച്ചേർത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നിന്നായിരിക്കും, അതായത് ഒരു സംശയമാണ്. അതായത് ഈശോയായിട്ട് ബന്ധപ്പെട്ടുള്ള യാക്കോബുമാർ എത്ര പേരുണ്ടായിരുന്നുള്ളതാണ്. ഇവിടെ ഈ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. 3 പേരാണെന്നും 2 പേര്. ഈശോയുടെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര യാക്കോബുമാരുണ്ടായിരുന്നു? ഒന്ന് യാക്കോബ് സെബദിയുടെ പുത്രൻ, 2 ഹെൽപ്പയുടെ മകൻ, 3-മത്തെ ഒരാളും കൂടി ഉണ്ട്, അത് യാക്കോബ് ലേഖകൻ യാക്കോബ് ഉണ്ടല്ലോ. അപ്പൊ അത് എന്താണ്, ജേക്കബ് ദ ഗ്രേറ്റ് ആണോ, ജെയിംസ് ദ ഗ്രേറ്റ് ആണോ എന്നുള്ളത്. അപ്പൊ അത് ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ് എന്ന് പറയുന്നുണ്ട്, പിന്നെ കൊച്ചു യാക്കോബ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് ശരിക്കും ഒരു 2 പേരല്ലേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു ധാരണ. കാരണം യോസയുടെയും യാക്കോബിന്റെയും അമ്മയായ മറിയം എന്ന് പറയുന്നുണ്ട്, കൊച്ചു യാക്കോബ് എന്നും അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാരിൽ ഒരാൾ കൊച്ചു യാക്കോബ് ആണെന്ന് അറിയാം. അങ്ങനെ വെച്ചുമ്പോൾ 2 പേരേ ഉള്ളൂ. പക്ഷെ ഈ ലേഖനം എഴുതിയ യാക്കോബ് ഇവർ 2 പേരും അല്ല. ജേക്കബ് ദ ഗ്രേറ്റ്, അതായത് ആ ആദിമ സഭയിലുണ്ടായ വേറൊരു ജേക്കബ് ആണ് എന്നും പറയുന്നുണ്ട്. ഇതൊരു കൺഫ്യൂഷനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കളറുള്ള കുതിരകളെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യം എന്നോട് ഒരാൾ ചോദിച്ചത് കൊണ്ട് അത് കൺഫ്യൂഷൻ. അതിൽ കഴമ്പൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഈ 4 കളറുകൾ ഈ ഒരു മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ 4 കളറുള്ള ഫ്ലാഗുകളാണ്. അത് ദൈവം വെറുതെ വെച്ചതല്ല, വെറുതെ പറയുന്നതല്ല, അതിൽ അർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ അന്തിമ സമയമായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങള് സഭയ്ക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ്. അതിനെയാണ് ഈ 4 കുതിരകൾ, 4 കളറുള്ള കുതിരകൾ, അത് വെളുപ്പ്, ചുവപ്പ്, വെള്ള, പച്ച, കറുപ്പ് അങ്ങനെയുള്ള ഫ്ലാഗുകളുള്ള രാജ്യങ്ങളെ ഉദ്ദേശിച്ച് അയാൾ പറയുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എന്തായാലും ഇത് ശുദ്ധമണ്ഡലത്തോണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതിന്റെ കൂട്ടത്തില് മാതാവിന്റെ 12 ഫലങ്ങളാണോ ഈ 12 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, കിരീടത്തിലുള്ള 12 നക്ഷത്രങ്ങൾ? അതും ഒരു കാര്യം. ഓക്കെ, ഇത്രയാണ് എന്റെ ചോദ്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തേത് യാക്കോബിനെ കുറിച്ച് ചോദിച്ചെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ പല വ്യക്തികളെ കുറിച്ചും അവരുടെ പേരുകളെ കുറിച്ചുള്ള ഒരു പ്രോബ്ലം നമുക്കിന്നുള്ളതിനേക്കാൾ കുറച്ച് പേരുകൾ ആണ് ഈ അവർക്കുണ്ടായിരുന്നത്. അവരത് ധാരാളമായി ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ ഈശോയുടെ ശിഷ്യന്മാരുടെ അപ്പസ്തലന്മാരുടെ ഇടയ്ക്ക് പോലും ഒരേ പേരുകൾ റിപ്പീറ്റ് ചെയ്യുന്ന എത്ര പേരാ ഉള്ളത്? അപ്പം പഴയ നിയമ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവര് പിതാക്കന്മാരുടെ പേരുകളൊക്കെ തന്നെ ആവർത്തിച്ചിടുന്നത് കൊണ്ട് ഇത് ധാരാളം ആളുകൾക്ക് സമാനമായ പേരുണ്ടായിരുന്നു. അപ്പൊ അവര് പിന്നെ കൂട്ടിച്ചേർത്ത് ഇനിയാളുടെ മകനായ ഇനിയാൾ എന്നൊക്കെ പറഞ്ഞൊക്കെ അതിനെ ഉപയോഗിക്കും. നമുക്ക് പോലും നമ്മൾ ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിനകത്തും അതിന്റെ പാരമ്പര്യങ്ങൾക്കകത്തും ഒക്കെയുള്ള ആളുകൾ അവരിൽ ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് തീർത്ത് പറയാൻ ഇന്ന് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർക്ക് പോലും അത്ര എളുപ്പമല്ല. ഇപ്പം യാക്കോബിന്റെ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ് ഇതിന്റെ രചയിതാവെന്ന് പോലും തീർത്ത് പറയാനുള്ള സാധ്യതയില്ല. കാരണം
അത് ആ, ഈ അതിനൊരു ഒരു കാരണം പറയുന്നത് 4-ാം നൂറ്റാണ്ട് വരെ ഇതിന്റെ കാനൂനിക സ്വഭാവം, യാക്കോബിന്റെ ലേഖനത്തിന്റെ കാനൂനിക സ്വഭാവം ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈശോയുടെ നേരിട്ടുള്ള ശിഷ്യനും സഹോദരനുമായ യാക്കോബാണ് എഴുതിയതെങ്കിൽ അങ്ങനെ വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തിരിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ഒരു പൊതു പശ്ചാത്തലത്തിൽ നമുക്ക് ഇവരാരൊക്കെ ഏതൊക്കെയെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം അത് ആരൊക്കെയെന്ന് പറഞ്ഞു തരല് സുവിശേഷങ്ങളുടെ ഒരു ഉദ്ദേശം പോലും ആയിരുന്നില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ ഈ യാക്കോബ്, ഇപ്പം ഉദാഹരണത്തിന് പൗലോസിന്റെ ലേഖനം എന്ന് പറയുന്നത് പൗലോസിന്റെ ലേഖനമായിരിക്കില്ല. പകരം പൗലോസിന്റെ ശിഷ്യന്മാർ എഴുതിയ, പൗലോസിന്റെ നേതൃത്വത്തിൽ എഴുതിയ, അല്ലെങ്കിൽ ഇപ്പം യോഹന്നാന്റെ സ്കൂൾ ഓഫ് ജോൺ എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സ്കൂൾ, അതായത് യോഹന്നാന്റെ തിയോളജിക്കൽ പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ യോഹന്നാന്റെ ശിക്ഷീകരണത്തിനകത്തുനിന്ന് രൂപപ്പെട്ടതെന്നോ അങ്ങനെയൊക്കെ വരും. മോശയുടെ പുസ്തകം എന്ന് പറയുന്നത് മോശ എഴുതിയതാണെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം അത് മോശയ്ക്ക് അത് എഴുതാനുള്ള സാധ്യത, മുഴുവൻ എഴുതാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നുള്ള ഒരു വശം. മോശയിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതാണ് ആ ഗ്രന്ഥങ്ങൾ. അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെ ഇതാരാണ് എന്ന് നമുക്ക് ആർക്കും തീർത്ത് പറയൽ സാധ്യമല്ല. പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള സൂചകങ്ങളും ഒക്കെ വെച്ച് നമുക്ക് പല കാര്യങ്ങളും അനുമാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ എപ്പോഴും ഇവരെ കുറിച്ച്, പ്രത്യേകിച്ച് ഏറ്റവും മെയിൻ സ്ട്രീമിലുള്ള ആളുകളെ കുറിച്ച് അങ്ങനെ സംശയമില്ല. പത്രോസ്ലിയെ കുറിച്ചോ അങ്ങനെയുള്ള അപ്പസ്തോലന്മാരെ കുറിച്ച് അങ്ങനെ പൊതുവിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ചില ലേഖനങ്ങൾ എഴുതിയേക്കുന്നത്, ഗ്രന്ഥങ്ങൾ, അത് ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് തീർത്തൊന്നും പറയാൻ പറ്റില്ല എന്നതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തേത് ഈ നിറങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. അതായത് വെളിപാട് പുസ്തകത്തെ ദുരുപയോഗിക്കുന്നതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ ചില അടയാളങ്ങൾ വെളിപാട് പുസ്തകത്തിൽ ആരോപിച്ചിട്ട് അതിൽ പറയുന്ന അന്ത്യകാലം എത്തിയതിന്റെ അടയാളമാണിത് എന്ന് പറയാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. വെളിപാട് പുസ്തകം ഈ ഇതുപോലത്തെ 4 ഫ്ലാഗുകൾ എത്രയോ സാമ്രാജ്യങ്ങൾ പലർക്കും ഉപയോഗിച്ചു പോയിട്ടുണ്ടാവും. അതൊക്കെ നമ്മളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലോടെങ്കിലും ഒക്കെ നമുക്ക് അതിനെ അസോസിയേറ്റ് ചെയ്യാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത്, നമ്മൾ കാണുന്ന കണ്ണിക്കണ്ടതിനോടല്ല ഇത് അസോസിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ആദിമ സഭയുടെ സഭാത്മക ജീവിതവുമായിട്ടാണ് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നത്. കാരണം അതിനകത്താണ് ഇത് രേഖപ്പെടുത്തപ്പെട്ടത്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. അതിന്റെ ഫോക്കൽ പോയിന്റ് ആ കാലഘട്ടവുമാണ്, സഭാജീവിതമാണ്, വിശ്വാസ രഹസ്യങ്ങളാണ്, മിശിഹായിലൂടെ വന്ന രക്ഷയാണ്, സത്യവിശ്വാസത്തിന്റെ പ്രബോധനങ്ങളാണ്. ഇതെല്ലാമാണ് അതിന്റെ വിഷയം. അല്ലാണ്ട് വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകാവസാനം ഉണ്ടാകുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ചില സൂത്രങ്ങൾ ഒളിച്ചു വെച്ചേക്കുന്ന പുസ്തകമാണ് ഇത് എന്ന് പറയുന്നത് ടിപ്പിക്കൽ പ്രൊട്ടസ്റ്റന്റ് സ്റ്റൈലിലുള്ള ദുർവ്യാഖ്യാനമാണ്. ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ചുമ്മാ അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി. ലോകാവസാനം എപ്പോ വന്നാലും അന്നേരം നേടാനായിട്ട് തയ്യാറായിരിക്കുക, സദാ ജാഗരൂകരായിരിക്കുക എന്നല്ലാതെ വെളിപാട് പുസ്തകത്തിൽ അതിന്റെ രഹസ്യം ഒളിച്ചു വെച്ചിട്ടുണ്ട്, തപ്പി കണ്ടുപിടിക്കുന്നത് ഈശോ നമ്മളോട് പറയുന്നേയില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഈ 12 നക്ഷത്രങ്ങൾ അത് മാതാവിന്റെ 12 നന്മകളെക്കാളും മാതാവിന്റെ അലങ്കാരമാകുന്ന 12 സ്ലീഹന്മാരെ കുറിച്ച് പറയുന്നതാണ്. 12 സ്ലീഹന്മാർ മാതാവിന്റെ അലങ്കാരമാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, മാതാവിനെ അലങ്കരിക്കുകയല്ല ചെയ്യുന്നത്. മാതാവ് തിരുസഭയുടെ മിനിയേച്ചറാണ്. പരിശുദ്ധ സഭയുടെ പ്രതീകമാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് ആ സഭയെ അലങ്കരിക്കുന്ന 12 സ്ലീഹന്മാരെയാണ്, അഥവാ മിശിഹായുടെ അതേ പൗരോഹിത്യം സ്വീകരിക്കുകയും യുഗാന്ത്യം വരെ മിശിഹായുടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന മിശിഹായുടെ സ്ഥാനപതികളായ സഭയുടെ ശ്രേഷ്ഠന്മാരെ സൂചിപ്പിക്കുന്നതാണ് അത്. അപ്പൊ അതുകൊണ്ട് ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ അത് മാതാവും അപ്പസ്തോലന്മാരുമാണെന്ന് ലിറ്ററലി പറഞ്ഞാലും അത് സഭ തന്നെയാണ്. അതായത് ആ സ്ത്രീ സഭയാണ്. അവളുടെ ശിരസിലെ രത്നങ്ങൾ, നക്ഷത്രങ്ങൾ, ആ ശിരസിനെ പ്രകാശിപ്പിക്കുന്നത് സ്ലീഹന്മാരാണ്. ശ്ലൈഹിക സഭയാണ് നേരിട്ട് അതിന്റെ പരാമർശ വിഷയം. മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അത് വളരെ ടച്ചിങ്. ശരിയായിട്ട് അച്ഛൻ, എനിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്, അച്ഛൻ ഇവിടെ പറഞ്ഞു 4 ജീവികള് 4 സുവിശേഷത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ അങ്ങനത്തെ വിശദീകരണമാണ് മിക്കപ്പോഴും കേട്ടിരിക്കുന്നത്. പക്ഷേ അത് യോഹന്നാന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കൊരു സംശയം വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഐറേനിയസ് ആണ് 4 സുവിശേഷം, അതായത് ലോകം മുഴുവൻ 4 ദിക്കെന്നുള്ള കൺസിഡറേഷനിൽ 4 ദിക്കുകൾക്കും 4 സുവിശേഷം എന്നുള്ള രീതിയിൽ ഐറേനിയസ് ആണ് പറയുന്നത് 4 സുവിശേഷം മതി എന്ന് പറയുന്നത്. അന്നേരം അത് യോഹന്നാൻ ഇത് എഴുതുമ്പോഴത്തേക്കിനും ഈ 4 ജീവികൾ എന്ന് പറയുമ്പോൾ അത് 4 സുവിശേഷം എന്ന് യോഹന്നാൻ കരുതിയിരുന്നോ എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞേക്കളായിരുന്നു.
അത് കരുതിയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതായത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഇതൊരു വെളിപാടാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ യോഹന്നാന്റെ അഭൗമിക ദൈവിക ദർശനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഗ്രന്ഥമാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ യോഹന്നാൻ തന്റെ ബുദ്ധിയിൽ അറിയുന്നതിനും അപ്പുറത്ത് യോഹന്നാൻ അറിഞ്ഞ കാര്യങ്ങൾ, യോഹന്നാൻ അറിയാവുന്ന കാര്യങ്ങൾ, മിശിഹായോടുള്ള ബന്ധത്തിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലമാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന് ബൗദ്ധികമായിട്ട് അത് അറിയാമോ എന്നതിനെ അപ്പുറത്ത് മിശിഹ നൽകുന്ന വെളിപാട്, മിശിഹായുടെ സുവിശേഷം, യുഗാന്ത്യം വരെ നിലനിൽക്കുന്ന 4 സുവിശേഷങ്ങളെ കുറിച്ചുള്ള ഒരു ദർശനം, വീക്ഷണം, ഒരു അഭൗമികമായ, സ്വർഗീയമായ, അമാനുഷികമായ ഒരു ദർശനം വിശുദ്ധ യോഹന്നാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ യോഹന്നാൻ ഈ 4 ജീവികളെ അതുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. അപ്പൊ അത് വിശുദ്ധ എരണയോസിന്റെ കണ്ടുപിടുത്തമല്ല, വിശുദ്ധ എരണയോസ് അതിനെ യോഹന്നാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഇനി അത് ഹിസ്റ്റോറിക്കലും പോസിബിൾ ആണ്. കാരണം യോഹന്നാന്റെ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതുന്നത്. വിശുദ്ധ യോഹന്നാന്റെ വെളിപാടൊക്കെയാണ് ഏറ്റവും അവസാനം രേഖപ്പെടുത്തപ്പെടുന്നത്. എന്ന് വെച്ചാൽ AD 100 കൂടിയാണ് ഈ യോഹന്നാന്റെ രചനകളൊക്കെ പൂർത്തിയാവുകയും ചെയ്യുന്നത്. AD 100 അപ്പോഴേക്കും അതിനൊക്കെ വളരെ മുമ്പ് തന്നെ മറ്റു സുവിശേഷങ്ങളുണ്ട്. സഭ ഈ യോഹന്നാന്റേത് ഉൾപ്പെടെയുള്ള മറ്റു സുവിശേഷങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികം ഹിസ്റ്റോറിക്കലിയും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇനി യോഹന്നാൻ തന്റെ ബുദ്ധി കൊണ്ട് അത് അറിഞ്ഞില്ലെങ്കിലും ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മ നിവേശനത്തിൽ അത് അറിയുകയും അനുഭവിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ആ സുവിശേഷങ്ങളുടെ സ്വഭാവത്തെ പരിശോധിച്ചാൽ വ്യക്തമാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതൊരു ലേറ്റർ അഡീഷൻ എന്നോ ഇന്റർപ്രിട്ടേഷൻ എന്നോ യോഹന്നാൻ അറിയാത്ത ഒരു കാര്യം വിശുദ്ധ യോഹന്നാന്റെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നോ കരുതേണ്ട കാര്യമില്ലെന്നാണ് പറയാവുന്നത്. ഓക്കെ, താങ്ക് യു അച്ഛാ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഞാൻ പലപ്പോഴും ഈ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളത് പല സിമ്പിൾസും ചരിത്രപരമായിട്ടും വ്യാഖ്യാനിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം തന്നെ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത്, അത് പാർഥ്യൻ സൈന്യം വെള്ളക്കുതിരയെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ റോമിന് ഒരിക്കലും പാർഥ്യൻ സൈന്യത്തെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതൊരു വിജയത്തിൻ്റെ ഒരു സിമ്പലായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതിൻ്റെ തലയ്ക്ക് മുറിവേറ്റിരുന്നു എങ്കിലും മരണകാരണമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് നീറോയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നീറോ മരിച്ചിരുന്നില്ല, പാർഥിയൻ സാമ്രാജ്യത്തിലേക്ക് ഓടിപ്പോയിരുന്നു, വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. അന്നേരം അതനുസരിച്ചാണ് മരിച്ചിരുന്നില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അന്നേരം ഇത് ചരിത്രപരമായിട്ടും ഈ സിമ്പിളിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ചരിത്രപരമായി വ്യാഖ്യാനിക്കുന്നു എന്നതിനേക്കാൾ ഈ ഹിസ്റ്റോറിക്കൽ എലമെന്റ്സിനെ എടുത്തിട്ടാണ് വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുന്നത്. തിരിച്ചാണ് പറയേണ്ടത്. അതായത് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സിന്റെ പശ്ചാത്തലത്തിലാണ് വെളിപാട് പുസ്തകം ആ സംഭവങ്ങളെ വിവരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഈ നീറോ ചക്രവർത്തി, ഞാൻ പിന്നീട് പറയാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് പറയാൻ നിന്ന്. നീറോ ചക്രവർത്തി ഒരിക്കൽ പരാജയപ്പെട്ട് ഒളിച്ചിരിക്കേണ്ടി വന്നിട്ട്, എന്നിട്ട് പിന്നീട് അയാൾ മരിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നീട് അയാൾ ശക്തമായ വലിയ മുറിവൊക്കെ ഏറ്റ് കാണുമായിരിക്കും. എന്നിട്ട് രാജാവ് വീണ്ടും ശക്തിയോടെ തിരിച്ചു വന്ന് സാമ്രാജ്യം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തപ്പം ഈ മുറിവേറ്റിട്ട് മരിക്കാത്ത ആ മൃഗം എന്നൊക്കെ പരാമർശിക്കുന്നത് സ്വാഭാവികമായും നീറോ ചക്രവർത്തിയാണ്. അപ്പം ഹിസ്റ്റോറിക്കൽ അവരുടെ നാട്ടിൽ നടന്നതും തൊട്ടു മുമ്പ് നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളുടെ കാര്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അവയെ എങ്ങനെ കാണണം, അവയുടെ മേലുള്ള ദൈവത്തിന്റെ അധികാരവും ശക്തിയും എന്തുമാത്രം വലുതാണ്, നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണല്ലോ സ്വാഭാവികമായും ഈ സുവിശേഷകാരൻ, വിശുദ്ധ ഗ്രന്ഥകാരൻ വെളിപാട് പുസ്തകം രചിക്കുന്നത്, അഥവാ തന്റെ ദർശനം രചിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അതിനകത്ത് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തിരിച്ചല്ല ചെയ്യേണ്ടതെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വെളിപാട് പുസ്തകം ഉപയോഗിക്കുകയല്ല, പകരം ആ ഹിസ്റ്റോറിക്കൽ എലമെന്റ്സിന്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷെ പശ്ചാത്തലം മാത്രമാണത് എന്ന് ഓർക്കുന്നതിനകത്ത് കുഴപ്പമില്ലെന്നല്ല, അതാണ് ശരി. അച്ഛാ, എനിക്ക് 2 ഡൗട്ടാണുള്ളത്. ഒന്ന് പരിശുദ്ധ ത്രിത്വത്തിനെ പറ്റിയാണ്. ഇപ്പൊ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുമ്പോൾ അതിൽ 2 വ്യക്തികളെ സൂചിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാ പിതാവ് പുത്രൻ എന്ന് പറയുന്നത്? അതായത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണോ പിതാവ് പുത്രൻ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സോളമനെ പറ്റിയാണ്. സോളമൻ ജ്ഞാനമാണ് ദൈവത്തോട് ചോദിച്ചത്. ജ്ഞാനം ചോദിച്ച സോളമൻ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയി? ആ ജ്ഞാനം എന്തുകൊണ്ട് സോളമനെ ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കാനായിട്ട് സഹായിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ്.
ഓക്കെ, ആദ്യത്തേത് ത്രിത്വത്തിനകത്തെ പിതാവും പുത്രനും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് പുത്രൻ എന്ന സംജ്ഞകൾ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള അപ്പനും മകനും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയേ അല്ല. എന്ന് വെച്ചാൽ ദൈവം സ്വർഗത്തിൽ അപ്പനും മകനുമായിട്ടിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കണം എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. പ്രത്യേകിച്ച് ഈ മുസ്ലിംസിന്റെ ഒക്കെ ഇടയ്ക്ക് അവര് ട്രിനിറ്റിയെ മനസ്സിലാക്കുന്നത് പിതാവിന്റെ ഭാര്യ മറിയം, പരിശുദ്ധ മറിയം, അവരുടെ പുത്രൻ ഈശോ, അങ്ങനെയാണ് ത്രിത്വം എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പോലെ നടിച്ചുകൊണ്ട് ആളുകളെ പറഞ്ഞു പറ്റിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പിതാവ് പുത്രൻ എന്നുള്ള സംജ്ഞകൾ അവ അലഗോറിക്കൽ വേർഡിങ്സ് ആണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിതാവും പുത്രനുമായിട്ട്, അപ്പനും മകനുമായിട്ടല്ല ദൈവത്തിന് അങ്ങനെ അപ്പനും മകനും ആകേണ്ട കാര്യമില്ല, അങ്ങനെ ആകാനും പറ്റില്ലല്ലോ. അപ്പനും മകനുമായ അവരെങ്ങനെ ദൈവമാകും? ഈ മൂന്ന് ത്രിത്വത്തിലെ വ്യക്തികളും ഡിവൈൻ പേഴ്സൺസ് ആണ്, മൂന്നും എറ്റേണൽ പേഴ്സൺസ് ആണ്. അതായത് ആരംഭമില്ല, അനാദി മുതലേ ഒരുമിച്ചുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് സൃഷ്ടിച്ചതല്ല പുത്രനെ, അനാദി മുതലേ ഉള്ളവരാണ്. അവർ മൂന്നും പൂർണ്ണമായും ദൈവമാണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരപ്പനിൽ നിന്ന് ജനിക്കുന്ന മകൻ ദൈവമല്ല ഈശോ. ഇനി എന്തുകൊണ്ടാണ് ഈശോ എന്റെ പിതാവ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത്? നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പിതാവ് സാക്ഷ്യപ്പെടുന്നത്? ഈ വാക്കുകൾ മാനുഷിക പദങ്ങളാണ്. മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ദൈവം തന്റെ ദൈവിക രഹസ്യങ്ങളെ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണത്. ദൈവത്തിന്റെ ബന്ധത്തെ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ട്രാൻസ്ലേഷൻ എപ്പോഴും വലിയ പരിമിതി ഉണ്ടാവും. നമ്മൾ തന്നെ ഒരു കൊച്ചിന് മനസ്സിലാവാൻ മേലാത്ത ഒരു വലിയ കാര്യത്തെ കൊച്ചിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കും എന്നതുപോലെ ദൈവം തന്റെ അസ്തിത്വത്തെ അറിയിക്കുന്നത്, നമുക്ക് പരിചയപ്പെടുന്നത് ഇത്തരം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനത്തെ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചത്? ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ബന്ധത്തിന്റെ ഉള്ളിലെ ചില പ്രത്യേകതകൾ ദൈവത്തിന് വിശദീകരിക്കണം. അതിൽ ഒന്നാമത്തേത് എറ്റേണൽ പ്രൊസഷനാണ്. അവർ നിത്യതയിൽ പിതാവിന്റെ തന്നെ സത്തയിൽ നിന്ന് തുടരുന്നവരാണ് എന്ന് പറയുക എന്നുള്ളതിന്റെ ഉദ്ദേശമാണ്. എന്ന് പറഞ്ഞാൽ അതിന് സദൃശ്യമായി ഭൂമിയിൽ കാണാവുന്ന എന്താണ്? അപ്പൻ തന്നെയാണ് മകൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ആട്, അതിന്റെ കുഞ്ഞെപ്പോഴും ആട് തന്നെയായിരിക്കും. അതൊരിക്കലും ഒരു പൂച്ചയൊന്നും ആകാൻ പോകുന്നില്ല. ഒരു കുതിര, അതിന്റെ കുഞ്ഞെപ്പോഴും കുതിര തന്നെയായിരിക്കും. അപ്പം ഈ അപ്പൻ ഏത് സത്തയിലാണോ അത് തന്നെയായിരിക്കും സാധാരണഗതിയിൽ അതിന്റെ കുഞ്ഞും. അത് നാട്ടിൽ നമ്മൾ നന്നായി പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതേ സത്ത, പിതാവിന്റെ അതേ സത്തയാണ് മകനും ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പിതാവ് ദൈവമായിരിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ പുത്രനും ദൈവമാണ്, രണ്ടുപേരുടെയും സത്തയിൽ അവർ ദൈവമാണ് എന്ന് പറയാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല വേർഡിങ്സ്, സംജ്ഞകൾ അത് പിതാവ് പുത്രൻ എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ അവരുടെ ബന്ധം അത് ഒരേ സത്തയാണ് എന്നുള്ളത് അവരുടെ പിതാവും ത്രിത്വത്തിനകത്തുള്ള അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനമായ വിധേയത്വം, സ്നേഹം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഭൂമിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന, നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ പ്രതീകങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് പിതാവ് പുത്രൻ എന്ന സംജ്ഞകൾ ഉപയോഗിക്കുന്നത്. കാരണം അത് ദൈവത്തിന്റെ ലോകമായതുകൊണ്ടും ദൈവത്തിന്റെ ബന്ധമായതുകൊണ്ടും യുണീക്കാണ്. അതിന് സമാനമായി മറ്റൊന്നില്ല. ഭൂമിയിലാണെങ്കിൽ ഒന്നിന് സമാനമായ മറ്റൊന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ സ്വർഗത്തിന് സമാനമായതൊന്നല്ല ഭൂമിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താ ചെയ്യാവുന്നത്? അതിനോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തെ ഈ ഭൂമിയിൽ പ്രകടിപ്പിക്കുന്ന നിലനിൽക്കുന്ന ചില കാര്യങ്ങളെ എടുത്തുകൊണ്ട് ദൈവം നമുക്ക് പരിചയപ്പെടുത്തരും. മനുഷ്യന്റെ ഭാഷയിലാണ്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആ ഭാഷ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത് ട്രിനിറ്റിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ, അതുകൊണ്ട് അധികം ന്യൂൻസിലേക്ക് പോകാത്തത്. അതുകൊണ്ടാണ് പിതാവ് പുത്രനുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും അത് അപ്പനും മകനുമല്ല എന്ന് മാത്രം ആദ്യമായിട്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സോളമന്റെ കാര്യമാണ്. സോളമൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചു. പിന്നെ എന്തുകൊണ്ട് അത് പറ്റി? ദൈവത്തോട് എന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചാൽ അതിന് പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ എനിക്കില്ല. പക്ഷെ എന്തുകൊണ്ട് പറ്റും എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദാനം അത് എത്ര വലിയ ദാനമായാലും അത് മനുഷ്യന്റെ ഫ്രീഡത്തിനകത്തും കൂടിയാണ് നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ എത്ര ശ്രേഷ്ഠമായ കൃപാ അനുഗ്രഹം ദൈവം തന്നാലും അത് വിനിയോഗിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതൊരാൾക്ക് നഷ്ടമാകാം. കാരണം ദൈവം അവന്റെ സ്വാതന്ത്ര്യത്തെയും അവന്റെ ഹ്യൂമൻനെസ്സിനെയും ഓവർടേക്ക് ചെയ്തിട്ടല്ല ഒരു കൃപ നൽകുന്നത്. ഇപ്പൊ ദൈവിക ജ്ഞാനം പോലും, അതുകൊണ്ടാണ് പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് വിധേയമാണ് നമ്മൾ വായിക്കില്ലേ. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ പ്രവാചകനാണ്, ദൈവത്തിന്റെ പ്രവചനമാണ്, പക്ഷെ അതുപോലും അവന്റെ നിയന്ത്രണത്തിലാണ് ദൈവം നൽകുന്നത്.
എന്നതുപോലെ ദൈവം സോളമന് ജ്ഞാനം നൽകുമ്പോഴും സോളമന്റെ സ്വാതന്ത്ര്യത്തിന്റെയും സോളമന്റെ തീരുമാനങ്ങളുടെയും മുകളിലാണ് ജ്ഞാനം നൽകുന്നത്. എന്ന് വെച്ചാൽ ജ്ഞാനം എന്തിനുള്ളതാണ്? സോളമന്റെ തീരുമാനങ്ങളെ ക്രമപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ശരിയാക്കാനും വേണ്ടിയുള്ളതാണ് ജ്ഞാനം. സോളമന്റെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. സോളമന്റെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ സോളമന്റെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. അതിനെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ജ്ഞാനം. അപ്പോൾ ആ സഹായം സ്വീകരിക്കാതിരുന്നാൽ സോളമൻ എന്നല്ല ആർക്കായാലും തെറ്റുപറ്റും, വീഴാം എന്നുള്ളതാണ്. നമ്മളെപ്പോലും അത് ഓർപ്പിക്കുന്നുണ്ട്. അത് വിശുദ്ധ നമ്മളെ അത് ഓർപ്പിക്കുന്നുണ്ട്. എത്ര വലിയവനായാലും, എത്ര ശക്തനായാലും, എത്ര അനുഗ്രഹം പ്രാപിച്ചവനായാലും അവൻ ആ അനുഗ്രഹത്തെ മാനിക്കുകയും എളിമയോടുകൂടെ അത് വിനിയോഗിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവന് നന്മ കൊണ്ട് നൽകപ്പെട്ടൊരു ദാനം കൊണ്ട് പ്രയോജനമില്ലാതെ പോകാം എന്ന് നമ്മൾ ഓർക്കണം. അത് ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ മറ്റു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ദൈവവിളിയെക്കുറിച്ച് അത് ബാധകമാണ്. ദൈവവിളിയെക്കുറിച്ച് ബാധകമാണ്. ദൈവത്തിന്റെ വിളി അതിശ്രേഷ്ഠമാണ്, വലിയ ഗിഫ്റ്റാണ്. പക്ഷെ അതിനോട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ മറുവശമാണ്. കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠമായ വിളി പോലും ഒരു സെമിനാരിക്കാരൻ നഷ്ടപ്പെട്ടു പോകും. കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ വിളിയുടെ കുഴപ്പം കൊണ്ടല്ല. പലപ്പോഴും സെമിനാരിലൊക്കെ പരിശീലനത്തിലൊക്കെ ചേരുന്ന ആളുകൾ, അല്ലെങ്കിൽ സന്യാസ പരിശീലനത്തിൽ ചേരുന്ന ആളുകൾ അവര് വിട്ടുപോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് അത് ദൈവത്തിന്റെ വിളിയുടെ ബലക്കുറവ് കൊണ്ടല്ല. പകരം ആ വിളി ദൈവം തരുമ്പോഴും ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ സ്വാതന്ത്ര്യത്തെ ദൈവം റെസ്പെക്ട് ചെയ്യും. ആ സ്വാതന്ത്ര്യത്തിന്റെ റെസ്പോൺസിലാണ് നിലനിൽക്കുന്നത്. അപ്പം ഏത് കാലഘട്ടത്തിൽ ഈ റെസ്പോൺസ് നഷ്ടപ്പെട്ടാലും, ഈ റെസ്പോൺസ് കൊടുക്കാതിരുന്നാലും, പിൻവലിഞ്ഞാലും ഇഫക്റ്റിൽ അതില്ലാത്തതുപോലെ തന്നെയായിരിക്കും. സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പഠിപ്പിച്ച മോർണിംഗ് സ്റ്റാർ എന്ന സിമ്പൽ ഈശോനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതേ മോർണിംഗ് സ്റ്റാർ തന്നെ സാത്താനെയും പരിശുദ്ധ അമ്മേനെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരേ സിമ്പിൾ 3 പേർക്കും എന്തുകൊണ്ടാണെന്നാണ്? ചില സിമ്പിളുകൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കും. നമ്മൾ പോലും നമ്മുടെ നാട്ടിൽ ചില സാധാരണ സിമ്പിൾസ്, നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില സിമ്പിൾസ് പോലും നമ്മൾ പലപ്പോഴും പല അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇപ്പം തീ, അവൻ സ്നേഹം കൊണ്ട് ജ്വലിക്കുകയാണെന്ന് പറയുന്ന പോലെ തന്നെ അവനെ കുറിച്ച് ഓർക്കുമ്പം എൻ്റെ ഉള്ളിൽ തീയാണ് എന്ന് നമ്മൾ പറയാറില്ലേ? അത് പലപ്പോഴും നമ്മൾ നമ്മുടെ സാധാരണ ഭാഷയിൽ പോലും ഒരു സിമ്പിളിനെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റുകളിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈവൻ ഈശോയുടെ സർപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ പ്രതീകം കൂടിയാണ്. സാത്താന്റെ മാത്രമല്ല, പാമ്പ് ഈശോയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് സർപ്പദംശനമേറ്റ് മരിച്ചുകൊണ്ടിരുന്ന എക്സോഡസ് ജനത്തോട് പശ്ചാത്തലത്തിൽ മോശയോട് ദൈവം പറയുകയാണ്, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തുക. പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കിയിട്ട് ഒരു തടിയിൽ ഉയർത്തി നിർത്തുക. സർപ്പദംശനമേറ്റ് വീഴുന്നവർ അതിനെ നോക്കട്ടെ, അവർ സുഖം പ്രാപിക്കും. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? സർപ്പദംശനം എന്ന് പറയുന്നത് പാമ്പിന്റെ കടിയാണ്. അതായത് പാപത്തെ സൂചിപ്പിക്കുന്നത്, സാത്താനെ സൂചിപ്പിക്കുന്നത് സർപ്പമാണ് എങ്കിൽ ആ സാത്താന്റെ കൂട്ടുചേരൽ അഥവാ പാപത്താൽ മൃതരാകുന്ന മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുകയാണ്, മരത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ പാമ്പിനെ നോക്കൂ. ഏതൊന്നിനാലാണോ മരണം നിന്റെ ജീവിതത്തിലേക്ക് വന്നത്, അതേ മരണത്തെ മരണത്തിലൂടെ വിജയിച്ചവൻ. അതുകൊണ്ടാണ് പാമ്പിന്റെ വേഷത്തെ പാമ്പിലൂടെ അതിജീവിക്കുന്ന എന്നുള്ള സിംബോളിക് അർത്ഥമാണ്. അപ്പം ശരിക്കും ആ മോശ മരത്തിൽ ഉയർത്തിയ സർപ്പം അത് ഈശോയുടെ പ്രതീകമാണ്. ഗാഗുൽത്ത മലയിൽ മരക്കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയുടെ നിഴലായിരുന്നു അത്. അതുകൊണ്ട് ഒരു പ്രതീകം തന്നെ പല സാഹചര്യത്തിൽ ഉപയോഗിക്കും എന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാ ഞാൻ ചില പ്രതീകങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങൾ പറയും. പ്രധാനമായി ഉദ്ദേശിക്കുന്ന ഒരെണ്ണമുണ്ടാവും, മറ്റു ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കും. അത് അതിന്റെ കോണ്ടെക്സ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അവിടെ ഏതാ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്യും. വെളിപ്രവസത്തിനകത്താണ് തന്നെയും അത് ഏത് ഉദയസൂര്യനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അതിന്റെ മുന്നും പിന്നും വായിച്ചാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഹലോ അച്ഛാ, ഈശോമിശിഹായിരിക്കട്ടെ. അച്ഛാ, എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, നമുക്ക് മരണശേഷം തനത് വിധി ഉണ്ടല്ലോ. അപ്പോ ആ സെയിം വിധി തന്നെയല്ല നമുക്ക് അവസാന നാളില് ജഡ്ജ്മെന്റ് ടൈമിൽ കിട്ടുന്നത്. അപ്പോ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ശുദ്ധീകരണ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തില് പ്രാർത്ഥന എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ ആ തനത് വിധി തന്നെ ആയിരിക്കത്തില്ലല്ലോ അവസാന നാളിൽ നടക്കുന്നത്. അതാണ് എന്റെ ഒരു ഡൗട്ട്. അതായത് ചോദ്യം കൂടെ എന്തായത് കഴിഞ്ഞു അതായത് അത് തന്നെയാണ് നടക്കുന്നത്. കാരണം ആ ആൾ സ്വർഗത്തിന് അവകാശിയായി അല്ലെങ്കിൽ നരകത്തിന് അവകാശിയായി. അതാണ് തനത് വിധിയിൽ നടക്കുന്നത്. ഒന്നുകിൽ സ്വർഗത്തിന് അവകാശിയായി അല്ലെങ്കിൽ നരകത്തിന് അവകാശിയായി. അത് മാറുന്നില്ല. സ്വർഗത്തിന് അവകാശിയായ ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി മാത്രമാണ് ശുദ്ധീകരണ അവസ്ഥ. അതുകൊണ്ട് അതൊരിക്കലും മൂന്നാമത്തെ ഒരു സ്റ്റേജ് അല്ല. സ്വർഗം അവകാശമാകുന്നു, നരകം അവകാശമാകുന്നു എന്നുള്ളതാണ് തനത് വിധിയിൽ സംഭവിക്കുന്നത്. ഇനി അവകാശമായത് അയാൾ സ്വീകരിക്കുന്ന വിധത്തെക്കുറിച്ച് മാത്രമാണ് ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച് പറയുന്നുള്ളൂ എന്നാണ്.
താങ്ക് യു അച്ഛാ. രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം, പൂർവ്വപിതാക്കന്മാര് എല്ലാവരും മരണശേഷം സ്വർഗത്തിലേക്ക് പോയോ അതോ പാതാളത്തിലായിരുന്നു കർത്താവ് വന്നു കഴിഞ്ഞിട്ട് കർത്താവ് സുവിശേഷം പ്രസംഗിച്ച ശേഷമാണ് അവർ സ്വർഗത്തിലേക്ക് പോയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം, കാരണം ഏലിയ പാതാളം മോശയുടെ കാലത്ത് കർത്താവിനെ വിസിറ്റ് ചെയ്യാൻ വന്നതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവർ സ്വർഗത്തിലായിരുന്നു അതോ പാതാളത്തിലായിരുന്നു? ഒന്നാമത് ഈ കാര്യങ്ങളെ ലിറ്ററൽ ആയിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാതാളം ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകമാണ്? മിശിഹായ്ക്ക് മുൻപ് മരിച്ചു പോയവരുടെയൊക്കെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് പാതാളം. ഈശോ മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ തനിക്ക് മുന്നേ, ഹിസ്റ്റോറിക്കലി തനിക്ക് മുന്നേ മരിച്ചു പോയവരിലേക്ക് അവിടുന്ന് കടന്നു ചെന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈശോയുടെ രക്ഷ ആ ഹിസ്റ്ററിയുടെ നടക്കത്തെ ഒരു പോയിന്റാണ് 2000 ആണ്ട്. അവിടെ മുതൽ മുന്നോട്ട് മാത്രമല്ല, മനുഷ്യവംശത്തിന് മുഴുവനുമുള്ള രക്ഷയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് കലറകൾ തുറക്കപ്പെട്ടതിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ. മിശിഹ തന്റെ രക്ഷ അവർക്കും നൽകി എന്ന് പറഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്നവർക്ക് മാത്രമല്ല, അതിന് മുമ്പുണ്ടായിരുന്നവർക്ക് നൽകി. അല്ലെങ്കിൽ അതിനകത്ത് അനീതി ഉണ്ടാകുമായിരുന്നു. കാരണം അത്രയും നാൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? നന്ദി ജീവിച്ച ആളുകൾക്ക് ഈശോയെ അറിയാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈശോ താമസിച്ചു വന്നു ചോദ്യത്തിന് അർത്ഥമുണ്ട്. എന്നാൽ അത് സാധുവാവില്ല. കാരണം ഈശോയുടെ രക്ഷ, അവിടുത്തെ കുരിശുമരണത്തിന്റെ രക്ഷ, അത് എറ്റേണലാണ്, അത് കാലാതീതമാണ്, ട്രാൻസെൻഡിങ് ഓഫ് ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് അത് അവിടുത്തെ കുരിശുമരണത്തിന് മുൻപ്, ചരിത്രത്തിൽ കുരിശുമരണത്തിന് മുമ്പ് മരിച്ചു പോയവരിലേക്കും ഈശോയുടെ രക്ഷ കടന്നു ചെല്ലുന്നു എന്ന് മാത്രമാണ് പാതാളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതിന്റെ അർത്ഥം. ഇനി അങ്ങനെ കൊണ്ടുചെല്ലുമ്പം ഈശോയുടെ മരണത്തിന് മുൻപ്, ഉത്ഥാനത്തിന് മുൻപ് മരിച്ചുപോയ എല്ലാവർക്കും രക്ഷ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും രക്ഷ കിട്ടുകയില്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇനി ആർക്കാണ് രക്ഷ കിട്ടാവുന്നത്? മിശിഹായുടെ ആഗമനത്തെ വിശ്വസ്തയോടെ കാത്തിരുന്നവർക്ക്, വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചവർക്ക്, തങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ചവർക്ക്, നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്ക്, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ രക്ഷയ്ക്ക് അവകാശികളായിത്തീരുന്നത്. അല്ലാതെ തിന്മയിൽ നിലനിന്നവരും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ തള്ളിക്കളഞ്ഞവരും ദൈവത്തിനെതിരെ നിന്നവർക്കും രക്ഷയ്ക്ക് അവകാശം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നീതിമാന്മാരുടെ അടുത്തേക്കാണ് അവിടുന്ന് പോയത് എന്ന് പറയുന്നത്. നീതിമാൻ എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്. ഈശോയ്ക്ക് മുൻപ് മരിച്ചുപോയ നീതിമാന്മാരിലേക്കും അവിടുത്തെ രക്ഷ കടന്നു. നീതിമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അവർ നീതിയോടെ വർത്തിച്ചവർ എന്നേ അതിനർത്ഥം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, അങ്ങയുടെ വചനം വിവിധ രൂപങ്ങളിലാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നത്. അതില് ഗദ്യമായാലും പദ്യരൂപത്തിലായാലും പ്രാർത്ഥനാ ഗീതങ്ങൾ പോലെ ആയിരുന്നാലും സുവിശേഷ രചനാ ശൈലിയിലായിരുന്നാലും പ്രബോധനങ്ങളുടെ രീതിയിലായാലും പ്രസംഗങ്ങളുടെ രൂപത്തിലായിരുന്നാലും വെളിപാട് സ്വഭാവത്തിലായിരുന്നാലും അങ്ങ് തന്നെയാണ് വിവിധ രീതികളിൽ ഒരേ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത്. സ്വർഗീയ രഹസ്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നതും വായിക്കുന്നതും ധ്യാനിക്കുന്നതും. സ്വർഗത്തിന്റെ അവകാശികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ആ സ്വർഗത്തെക്കുറിച്ച് അവിടുന്ന് തരുന്ന ബോധ്യങ്ങളിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭൗമിക സഭയുടെ അംഗങ്ങളായ ഞങ്ങൾക്ക് ഭൗമിക സഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന, പരിശുദ്ധ സഭയിലൂടെ നൽകപ്പെടുന്ന വചനത്തിന്റെ പ്രബോധനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനുള്ള കൃപ തരണമേ. ഞങ്ങൾ പലതരത്തിലുള്ള വഴിതെറ്റിക്കുന്ന ചിന്തകളുടെയും വഴിതെറ്റിക്കുന്ന ആളുകളുടെയും കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിക്കാനുള്ള സംരക്ഷണം തരണമേ. പരിശുദ്ധ സഭയോട്, ശ്ലൈഹിക ക്രമമുള്ള പരിശുദ്ധ സഭയോട് എപ്പോഴും ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.